من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الذي علم القرآن خلق الإنسان وعلمه البيان وفضل حبيبه بسائر الرسل بإنزال القرآن وشرف أممه بسائر الأمم بتلاوة القرآن وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله. اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله. إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك سيدنا يا رسول الله. صلى الله وسلم عليك سيدنا يا حبيب الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت قال رب ارجعوني لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. صدق الله المولانا العظيم وصدق وبلغ ورسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال نبينا وحبيبنا وقائدنا وأسوتنا وحبيبنا مصطفى محمد صلى الله عليه وسلم القبر أفضل منزل من منازل الآخرة وآخر منزل من منازل الدنيا فمن نجا منه وما بعده أيسر وإن لم ينج منه فما بعده أشد. صدق رسوله النبي المصطفى الأمين عليه وعلى آله أفضل الصلوات وأزكى التسليم. وما آهد ينجو
من الموت سالما وسهم المنايا قد أصاب محمدا ولو كانت الدنيا بقاء لسالكي لكان رسول الله فيها مخلدا يا سيد السادات جئتك قاصدا أرجو هماك فلا تخيب مقصدي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مرحبا يا نور عيني مرحبا يا رسول الله مرحبا يا جد الحسين مرحبا يا مرحبا وعلم أمة سيدنا محمد മനസ്സില്ല എന്നാലും ഒരുങ്ങിയില്ലെങ്കിലും മലക്കസറായിൽ വന്ന് റൂഹ് പിടിക്കും ഒരു നാൾ മൗത്തെന്ന സുൽത്താനെ കാണാനാകും മനസ്സില്ല എന്നാലും ഒരുങ്ങിയില്ലെങ്കിലും മലക്കസറായിൽ വന്ന് റൂഹ് പിടിക്കും ഒരു നാൾ മൗത്തെന്ന സുൽത്താനെ കാണാനാകും മന്ത്രിയോ തന്ത്രിയോ ആരായിരുന്നാലും മയ്യിത്തെന്നെല്ലാരും പേര് വിളിക്കും അന്ന് 3 കഷ്ണം തുണി കൊണ്ട് പുതക്കും 6 കാലുള്ളോരോ മണിമഞ്ചായിലേറി 6 അടി മണ്ണിലേക്കുള്ളൊരു യാത്ര അന്ന് ആരാരുമില്ലാത്ത തണിച്ചൊരു യാത്ര ആദരവ് തന്നോരും സ്നേഹം ചോരിഞ്ഞോരും എല്ലാരും വന്ന് കരയും നേരം റബ്ബേ റാഹത്തേകീടേണേ മരണം നേരം മനസ്സില്ല എന്നാലും ഒരുങ്ങിയില്ലെങ്കിലും മലക്കസറായിൽ വന്ന് റൂഹ് പിടിക്കും ഒരു നാൾ മൗത്തെന്ന സുൽത്താനെ കാണാനാകും ഏറ്റവും ആദരവും സ്നേഹവും നിറഞ്ഞ വേദിയിലുള്ള പ്രിയപ്പെട്ട ഉലമാക്കളെ ഉമറാക്കളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ചെറുപ്പക്കാരെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപ്പെങ്ങന്മാരെ വിദ്യാർത്ഥിനികളെ കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഇവിടെ സംഗമിച്ചതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ ഗതകാല ജീവിതങ്ങളിൽ വന്നുപോയ സമസ്ത അപരാധങ്ങൾ അവൻ മഗ്ഫിറത്ത് നൽകി അവന്റെ കാരുണ്യം ലഭിച്ച വിഭാഗത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ
സിസ്റ്റമുള്ള ജീവിതം റബ്ബിന്റെ ത്വാഅത്തിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു മഹാനുഭാവന്റെ പേരിലാണോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ആ മഹാനുഭാവന്റെ പൊരുത്തവും അവിടുത്തെ ഹിമായത്തും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ണറയിലെ മഹാത്ഭുതം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ഭാര്യ മക്കളുണ്ട്, നമ്മളുടെ കൂട്ടുകുടുംബാനികളുണ്ട്, നമ്മളെ ഇഷ്ടപ്പെട്ടവരുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ടവരുണ്ട്. പല ആളുകളും ആരാരുമില്ലാത്ത ഏകാന്തരയുടെ ഒറ്റപ്പെട്ട വീടായ മണ്ണറയുടെ അകത്തളത്താണ് കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് അവരുടെ മണ്ണറയെ മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ എല്ലാ അപരാധങ്ങൾ ഈ പരിശുദ്ധ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗം കൊണ്ട് സന്തോഷിക്കുന്ന വിഭാഗത്തിൽ അവരെയും നമ്മളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആമുഖമൊന്നും നീട്ടി പറയാതെ നേരം വിഷയത്തിലോട്ട് കടക്കുകയാണ്. കാരണം സമയം വളരെയേറെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നേരം വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല രീതിയിൽ പറയുവാനും അതിലുപരിയായി നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു നീണ്ട പ്രസംഗമൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം 2 ദിവസം ഉറക്കില്ലാത്ത കാരണം കൊണ്ട് ശബ്ദം ഒരൽപ്പം അടഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിലൊക്കെ അവസാനം വരെ നല്ല മനസ്സോടുകൂടെ സഹകരിക്കുക. കാരണം പ്രത്യേകിച്ചിട്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെട്ട മൊത്തം 12 മാസങ്ങളുണ്ട്, അറബി മാസങ്ങളുണ്ട്. ആ അറബി മാസങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധ റജബ് മാസം. റജബുൻ ഷഹറുല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിൽ നമ്മളെ വീര്യം കുറഞ്ഞു പോകാൻ പാടില്ല. ഹബീബായ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റജബുൻ ഷഹറുല്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം അത് അല്ലാഹുവിന്റെ മാസമാണ്. ഒന്നാമതായി മാസങ്ങളിൽ നോക്കിയാൽ ഏറ്റവും നല്ല ഉത്തമമായ ഒരു ഉന്നതമായ മാസത്തിലാണ് നമ്മൾ എല്ലാവരും നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വന്റെ ഹബീബായ ലോകത്തിന്റെ നായകൻ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഈ ഭൂമോദര തലങ്ങളിൽ അല്ലാഹുവിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് വിജ്ഞാനത്തിന്റെ ഇൽമിന്റെ സദസ്സ് മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്ഥലത്തിന്റെ കാര്യത്തിലും പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗീയത്തിന്റെ ആരാമയുടെ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലാണ് നമ്മൾ എല്ലാവരും നിലകൊള്ളുന്നത്. വിശേഷമായി നമ്മളൊക്കെ തടിച്ചു കൂടിയതെന്ന് ഏതൊരു മഹാനുഭാവന്റെ പേരിലാണോ ആ മഹാനുഭാവന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തിലേക്ക് നമ്മൾക്ക് തന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാനിവിടെ തെരഞ്ഞെടുത്ത വിഷയം മണ്ണറയിലെ മഹാത്ഭുതം എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. നമ്മളെല്ലാവരും നരകത്തെ പറ്റി കേൾക്കാറുണ്ട്, സ്വർഗത്തെ പറ്റി കേൾക്കാറുണ്ട്, മഹ്ശറയെ പറ്റി കേൾക്കാറുണ്ട്, ഓരോരോ ലോകങ്ങളെയും പറ്റി കേൾക്കാറുണ്ട്. പക്ഷേ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ചലനം സൃഷ്ടിക്കാത്ത കാരണം കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഖുർആനിനെ അവർ ചിന്തിക്കുന്നില്ലയോ? ഖുർആനിന്റെ അർത്ഥങ്ങളെ, അതിന്റെ വ്യാഖ്യാനങ്ങൾ അവർ ചിന്തിക്കുന്നില്ലയോ? അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹാ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിനകത്തളത്ത് പടച്ച തമ്പുരാൻ പൂട്ടിട്ട് വെച്ചതാണോ എന്ന് നമ്മളോട് പ്രിയപ്പെട്ടവരെ ചോദ്യം ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരിശുദ്ധമാക്കപ്പെട്ട വിജ്ഞാനത്തിന്റെ സദസ്സുകള് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കൽ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിന്റെ 5 ഘട്ടങ്ങള് കഴിഞ്ഞ ദിവസങ്ങളുടെ പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്ക് കേട്ടവരായിരിക്കും. മനുഷ്യ ജീവിതത്തിൽ മൊത്തമുള്ളത് 5 ലോകങ്ങളാണ്. ഒന്നാമതായ ആലമുൽ അർവാഹ്, അതുപോലെ തന്നെ ആലമുൽ അർഹാമ്, ആലമുൽ ദുനിയ, ആലമുൽ ബർസഖ്, ആലമുൽ മഹ്ശർ എന്നുള്ളതായ 5 ലോകങ്ങളെയാണ് കാരുണ്യവനായ റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചത്. ഒന്നാമത്തെ ലോകമായ ആലമുൽ അർവാഹ്, ആ
ആത്മാക്കളുടെ ലോകമെന്ന് പറയപ്പെടുന്ന റൂഹിന്റെ ലോകത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സമുദായത്തിനെ സൃഷ്ടിക്കുകയാണ്. അതിന്റെ സംഭവങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ മാലാകന്മാരോട് ചോദിച്ചു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, എന്റെ പ്രിയപ്പെട്ട മാലാകന്മാരെ ഭൂമോദര ചലങ്ങളിൽ ഒരു സൃഷ്ടിയെ ഞാൻ പടക്കാൻ പോവുകയാ, ഒരു പ്രതിനിധിയെ പടക്കാൻ പോവുകയാണ്. ഫൻദുർ മാദാ തറാ, എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുമ്പോൾ മഹാന്മാരായ മാലാകന്മാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്റെ ഭാവിക്കരയിലെ മുസ്ലിമേ, വിനീത് എന്റെ ശബ്ദം ശ്രവിക്കാൻ വേണ്ടി തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പഠിപ്പിച്ച ആയതാണ്. മഹാന്മാരായ മാലാകന്മാരോട് ചോദിക്കുന്നു, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ പടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ മഹാന്മാരായ മാലാകന്മാർ ചോദിക്കുകയാണ്, തുഫ്സിദു ഫീഹാ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. പടച്ചറബ്ബേ, കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത്, എന്തിനു വേണ്ടിയാണ് തമ്പുരാനെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നമ്മളില്ല റബ്ബേ, ദിക്റുകൾ ചൊല്ലാൻ നമ്മളില്ല തമ്പുരാനെ, നിസ്കരിക്കാൻ നമ്മളില്ല അല്ലാഹ്, നോമ്പ് നോക്കാൻ നമ്മളില്ല റബ്ബേ. അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, ഭൂമോദര തലങ്ങളിൽ വെച്ച് ഫിത്നയുണ്ടാക്കുന്ന, ഫസാദുകൾ ഉണ്ടാക്കുന്ന, കലഹങ്ങൾ ഉണ്ടാക്കുന്ന, രക്തം ചീന്തുന്നതായ ഒരു വിഭാഗത്തിനെ പടക്കാൻ പോയാണ് തമ്പുരാനെ. വേണ്ട അല്ലാഹ്, വേണ്ട റബ്ബേ, വേണ്ട തമ്പുരാനെ എന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ നിന്ന് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്ത കാര്യം എനിക്കറിയാം, നിങ്ങളറിയാത്ത കാര്യം എനിക്കറിയാം മാലാക എന്ന് മഹാന്മാരായ മാലാകന്മാരോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ദീർഘമായ ഒരു സംഭവമാണ് പരിശുദ്ധമാക്കപ്പെട്ട ആലമുൽ അർവായിൽ സംഭവിച്ചത്. അങ്ങനെ ഒന്നാമത്തെ ലോകത്തിൽ പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സത്ത് ഒരു സൂചിയുടെ അംഗത്തിന്റെ വലിപ്പത്തില് കോടിക്കണക്കിലുള്ള ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ വരേക്കും വരുന്നതായ എല്ലാ അമ്പിയാക്കളെയും, എല്ലാ മുർസലീങ്ങളെയും, എല്ലാ സ്വഹാബാക്കളെയും, എല്ലാ സ്വാലിഹീങ്ങളെയും, എല്ലാ സച്ചരിതരെയും, എല്ലാ തമ്മാടികളെയും പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സത്ത് ഒന്നാമത്തെ ലോകത്തിൽ പടക്കുകയാണ്. അതാണ് ആലമുൽ അർവാ, ആത്മാക്കളുടെ ലോകമെന്ന് പറയപ്പെടുന്ന ഒന്നാമത്തെ ലോകം. ആ ലോകത്തിൽ നിന്ന് രണ്ടാമത്തെ ലോകത്തിലേക്ക് കടന്നു വരികയാ. സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ ലോകമാ, അത്ഭുതകരമായ ഒരു ലോകത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ. വളരെയേറെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് വളരെയേറെ വലിയ വിസ്മയം തീർത്ത ഒരു ലോകമായ ആലമുൽ അർഹാം, ഉമ്മയുടെ ഉദരമായ, ഉമ്മയുടെ ഗർഭാശയമായ 6 മാസമോ 7 മാസമോ 8 മാസമോ 9 മാസക്കാലം മാത്രം ജീവിക്കുന്ന രണ്ടാമത്തെ ലോകമായ ആലമുൽ അർഹാമിലേക്ക് പടച്ച തമ്പുരാൻ നിക്ഷേപിക്കുക. അതിൽ നിന്ന് പിന്നെ കടന്നു വരികയാണ് ആലമു ദുനിയാ, ദുനിയാവെന്ന ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ഇരിയാഖിന്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമാക്കപ്പെട്ട ദുനിയാവെന്ന ലോകത്തിലാണ്, മൂന്നാമത്തെ ലോകത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നായകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. പോരാ ചെറുപ്പക്കാരാ, വരട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയും മേലാളന്മാർക്ക് വേണ്ടിയും കൊടി പിടിച്ചുകൊണ്ട് നമ്മളെ രക്തസാക്ഷിയാകുമ്പോൾ, അവരുടെ പേര് കേൾക്കുമ്പോൾ നെഞ്ചു പൊട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ, ഇതാർക്കാണ് ലോകത്തിന്റെ നേതാവ്, മദീനയുടെ മണവാളൻ ഹബീബുനാ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കും ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീല വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. മണ്ണറയുടെ മഹാത്ഭുതം എന്നുള്ള വശീയത്തെ പറ്റി കേൾക്കാൻ പോകുമ്പോൾ ഈ വിരീക്ഷണത്തിലുള്ള വിഷയങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും നമ്മളുടെ നഗ്നരാത്രങ്ങളെ കൊണ്ട് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ കുടുംബത്തിൽ
നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മയെ നീ കാണുന്നില്ല പൊന്നുമോനെ. നീ പള്ളിയുടെ കത്തളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മൈലാഞ്ചി ചെടികളുടെ ഓരോ ഇലകളും നിന്നോട് ആ മണ്ണാറിയുടെ അത്ഭുതങ്ങൾ പറയുമോ. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ നായകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ. ഈ മൂന്നാമത്തെ ലോകമായ ദുനിയാവെന്നുള്ള ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ ഒരു വിദേശ രാജ്യത്തുള്ളവനെ പോലെ നീ ജീവിക്കണേ. നമ്മളുടെ നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ട മക്കളോ ഭർത്താക്കന്മാരോ വിദേശ രാജ്യങ്ങളിൽ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പ്രവാസ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യന്മാരോട് വസിക്കുന്നു, ഞാൻ 3 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരാം, ഇല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പോകുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ നമ്മളോട് പറയുകയാണെങ്കിൽ ഈ ഭാവിക്കരയിലേക്ക് വീണ്ടും അവർ 2-3 കൊല്ലക്കാലം തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ തറവാട് വീടായ തറവാട് നാടായ ആത്മാക്കളുടെ ലോകമെന്നുള്ള ഒരു തറവാട് വീടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, ഇവിടെ ആരും തന്നെ ശാശ്വതമല്ല. ഇവിടെ ലോകം തന്നെ അടക്കവരിച്ച എത്രയോ നേതാക്കന്മാരുണ്ട്, എത്രയോ രാഷ്ട്രീയ തലവന്മാരുണ്ട്, എത്രയോ വലിയ സച്ചാധിപതികളും പോലും ഒരാളും പോലും ഈ ഭൂമോദര തലങ്ങളിൽ നിന്ന് ജീവിച്ചിട്ടില്ല. എത്രയോ അഹങ്കാരത്തിന്റെ പറുദീസയിലൂടെ കടന്നുപോയ നേരത്തെ ബഹുമാനപ്പെട്ട കാളിയാർ അവർ ഉണർത്തിയതുപോലെ ഫിർഔനെന്നുള്ള ധിക്കാരിയായ മനുഷ്യനുണ്ടല്ലോ, മഹ്ശറ എന്നുള്ളതായ 5ാമത്തെ ലോകത്തില് പടച്ച തമ്പുരാന്റെ സമക്ഷത്തിലെത്തുമ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇതേ ഫിർഔന്റെ നെഞ്ച് തട്ടിക്കൊണ്ട് പറയുന്നു, നീയാണടാ എന്റെ ആത്മസുഹൃത്ത്. കാരണം എന്തെന്നറിയോ, ഈ ഭൂമോദര തലങ്ങളിൽ ഏറ്റവും വലിയ വെല്ലുവിളിച്ച ഒരുത്തനാണ് അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ തമ്പുരാൻ, ഞാനാണ് ഏറ്റവും വലിയ ഉടമ എന്നുകൊണ്ട് പ്രഖ്യാപിച്ചു പോയ ഫിർഔൻ ഇന്ന് ഇവിടെയുണ്ടോ, ഖാറൂൻ ഇന്ന് ഇവിടെയുണ്ടോ, ഹാമാൻ ഇവിടെയുണ്ടോ, രാഷ്ട്രീയ തലവന്മാർ ഇവിടെയുണ്ടോ? ഇല്ല, ഒരാളുമില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും എല്ലാ കഴിവുള്ള ഓരോ സാധനങ്ങളും എല്ലാം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകാനുണ്ട് മനുഷ്യ. ഇന്നീ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോ, ഇന്നീ പ്രസംഗിക്കുന്ന ഞാനും, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ നീ തടിച്ചുകൂടിയതാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയല്ലെങ്കിൽ അടുത്ത ആഴ്ചയല്ലെങ്കിൽ അടുത്ത വർഷം ഏതെങ്കിലും ഒരു ദിവസമോ നിന്റെയും എന്റെയും ആത്മാവിനെ പിടിക്കാൻ അസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ള മാലാഖ കടന്നു വരികയാണ്. അത് എത്ര വലിയ കൊട്ടാരത്തിന്റെ കത്തളത്തിൽ നീ താമസിച്ചാലും, എത്ര വലിയ പർവ്വതത്തിന്റെ കത്തളത്തിൽ നീ ഒളിച്ചിരുന്നാലും പോലും ബഹുമാനപ്പെട്ട അസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിനു വേണ്ടിയാണ് ലോകത്തിന്റെ നായകൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. ഈ ഭൂമോദര തലങ്ങളിൽ നീ ജീവിക്കുമ്പോൾ ഒരു വിദേശ രാജ്യത്ത് ജീവിക്കുന്നവരെ പോലെ ജീവിക്കണം. റബ്ബേ തമ്പുരാനേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകുമോ? ഒരു ഉമ്മയുടെ ഉദരത്തിനകത്തകത്ത് 4 ക്ലാസ് 10 ദിവസമാകുമ്പോൾ തമ്പുരാനായ റബ്ബുൽ ഇസ്സത്ത് എന്റെയും നിങ്ങളുടെയും ആയുസ് എഴുതിയിട്ടുണ്ട്. അക്തുബു അജലാ വഅക്തുബു റിസ്കാ. ഈ ചലിക്കുന്നതായ മാംസപിണ്ഡമുണ്ടല്ലോ, ഈ മാംസപിണ്ഡത്തിലേക്ക് പടച്ച തമ്പുരാൻ തന്നതായ ഒരു റൂഹ് എന്നുള്ള ഒരു സാധനമോ, ഒരു യാത്രക്കാരൻ ഒരു ബസ്സിൽ കയറുന്നത് പോലെ തന്നെ ഈ മാംസകട്ടയായ ശരീരത്തിലേക്ക് കടന്നു വന്ന ഒരു യാത്രക്കാരനാണ് ആത്മാവ് എന്നുള്ളത്. ആത്മാവിന് അസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ള മാലാഖ നിന്നിൽ നിന്ന് പിഴുതെടുത്താൽ പിന്നെ നിനക്ക് പേര് മയ്യത്തെന്നാണ് പൊന്നുപോലെ, പിന്നെ നിനക്ക് പേര് മയ്യത്തെന്ന. അതുകൊണ്ടാണ് ലോകത്തിന്റെ നായകന് പറഞ്ഞത്, പൊന്നുമോനെ, എത്ര പേര് രാഷ്ട്രീയത്തിൽ നീ പ്രവർത്തിക്കുന്നവനാ,
പ്രവർത്തിക്കുന്നവനാണെങ്കിലും സംഘടനയ്ക്ക് വേണ്ടി നീ പ്രവർത്തിക്കുന്നവനാണെങ്കിലും പൊന്നുമോനെ ഈ രാഷ്ട്രീയത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് സംഘടനയ്ക്കുള്ള മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുമ്പ് ആദ്യമായൊരു മെമ്പർഷിപ്പ് എടുക്കണേ. ആ മെമ്പർഷിപ്പ് ഏതെന്നറിയോ എന്റെ പെങ്ങളെ? ലോകത്തിന്റെ നായകനെ പറയുകയാ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഒന്നാമതായി മെമ്പർഷിപ്പ് എടുക്കേണ്ട മെമ്പർഷിപ്പ് ഏതെന്നറിയോ? ഈ ആരാരുമില്ലാത്ത ഏകാന്തതയുടെ ഒറ്റപ്പെട്ടായി കിടക്കുന്നതായ മണ്ണറയ്ക്കുടെ അകത്തളമുണ്ടല്ലോ എന്റെ പെങ്ങളെ, റബ്ബേ പടച്ച തമ്പുരാനെ, എന്റെ പെങ്ങളെ അറിഞ്ഞോ അറിയാതെയോ നിന്റെ ജീവിതത്തിലെ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട രാത്രിയിൽ തീരുമാനിച്ചോ ഔലിയാകളുടെ പരിശുദ്ധമാക്കപ്പെട്ട ചാരത്തിരുന്നു കൊണ്ട് ഈ വിനീതന്റെ ശബ്ദം ശ്രവിക്കുകയാണെങ്കിൽ പൊന്നുമോളെ നിന്നെ പോലെ നീ മാത്രമല്ല ഇന്നിവിടെ പ്രസംഗം കേൾക്കുന്നത്. പൊന്നു ചെറുപ്പക്കാരാ നീ മാത്രമല്ല ഇന്നിവിടെ പ്രസംഗം കേൾക്കുന്നത്. ഈ വിനീതന്റെ ഓരോ വാക്കുകൾ കേൾക്കുന്ന ഈ വിരിക്കിന്റെ ഓരോ ശബ്ദങ്ങള് നിങ്ങളെക്കാൾ കൂടുതലായി നിങ്ങളെക്കാൾ ഉഷാറായി കേൾക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആരെന്നറിയോ? നിങ്ങളുടെ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കളാ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരാ, മക്കളാ, കൂട്ടുകുടുംബാദികളാ. പൊന്നു ചെറുപ്പക്കാരാ നീ പറയുമല്ലോ എനിക്ക് രക്തത്തിളപ്പുണ്ട് ഉസ്താദ്, എനിക്ക് യാതൊരു രോഗങ്ങളില്ല ഉസ്താദ്, ഇന്നാലെ ഞാൻ ഡോക്ടറിന്റെ അരികിൽ പോയി ചെക്ക് ചെയ്ത് വന്നതാ, ഒരു ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒരു രോഗങ്ങളും പോലുമില്ല എന്ന് പറയുന്നവരെ പൊന്നുമോനെ പൊന്നുമോനെ നിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ നിനക്ക് നിശ്ചയിച്ചതായ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ നിനക്കൊരു സമയം എത്തിക്കഴിഞ്ഞാൽ പൊന്നുമോനെ അതിന് നിനക്ക് രോഗം വരണമെന്നില്ല. നിനക്കതുപോലെ തന്നെ മാരകമായ രോഗങ്ങൾ വിടപെടണമെന്നില്ല. ഈ നാട്ടിന്റെ എന്നുള്ള പ്രദേശത്ത് നമ്മളുടെ മഹലിന്റെ ഒരു നിവാസിയായിരുന്നല്ലോ പ്രിയപ്പെട്ട ഖാലിദ് എന്നുള്ള ചെറുപ്പക്കാരൻ. മറക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? മറക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? നല്ല ചുണക്കുട്ടനുള്ള ചെറുപ്പക്കാരനായിരുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ ആഴ്ചയും ഈ പരിശുദ്ധമാക്കപ്പെട്ട ബാവിക്കര പള്ളിയുടെ കത്തളത്തെ സ്വലാത്ത് നടക്കുമ്പോൾ ആദ്യമായി മുൻ സീറ്റിലിരുന്നു കൊണ്ട് എല്ലാ ദിവസവും സ്വലാത്ത് പറയുന്ന പൊന്നു ചെറുപ്പക്കാരനാ. സുബ്ഹാനല്ലാഹ്, പടച്ച തമ്പുരാൻ രോഗങ്ങളെ കൊടുത്ത് പരീക്ഷിച്ചില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സ പറഞ്ഞു, ഖാലിദേ നിന്റെ സമയം കഴിഞ്ഞു പൊന്നുമോനെ, വരുമോ എന്റെ അരികിൽ വരുമോ? ഇന്നീ പ്രസംഗിക്കുന്ന ഞാൻ പടച്ച തമ്പുരാൻ ഈ സമയത്ത് എന്നെ വിളിക്കുമോ? അടുത്ത സമയത്തിൽ എന്നെ വിളിക്കുമോ? അടുത്ത ദിവസങ്ങൾ എന്നെ വിളിക്കുമോ? പൊന്നു ചെറുപ്പക്കാരാ, പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മുഖം മറക്കാരെ കൊണ്ട് ഏതെങ്കിലും ടൗണിലൂടെ ചെത്തി പൊളിച്ച് നടക്കുന്ന മുഖത്തിലേക്ക് ഫേസ് ക്രീമുകൾ ഇട്ടുകൊണ്ട് ചുണ്ടിലേക്ക് ലിഫ്റ്റുകൾ ഇട്ടുകൊണ്ട് മഹാന്മാരായ ബാബിക്കര ഔലിയാകളുടെ അരികിൽ വന്ന് സിയാറത്ത് ചെയ്യുന്ന പെങ്ങളെ, ഈ ഔലിയാകളുടെ പൊരുത്തമല്ല നിനക്ക് ലഭിക്കാതെ പോകുന്നത്. പൊരുത്തക്കേടാണ് പെങ്ങളെ, പൊരുത്തക്കേടാണ്. ലോകത്തിന്റെ നായകൻ ഹബീബുനാ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ നിനക്ക് അറിയുമോ? ആരാണ് ആയിഷ? ഉമ്മഹാത്തുൽ മുഅ്മിനീനയിൽപ്പെട്ട മഹദിയായ ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിലൂടെ പറയുന്നു, പ്രിയപ്പെട്ട മഹാന്മാരായ ഈ മുസ്ലിം സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തിന്റെ നായകൻ ഹബീബുനാ ത്വാഹ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടപ്പോൾ ഹബീബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖബർ സിയാറത്ത് ചെയ്യാൻ ഞാൻ സാധാരണ വസ്ത്രങ്ങളിലായിരുന്നു പോയിരുന്നത്. രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മരണപ്പെട്ടപ്പോൾ ഹബീബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖബർ സിയാറത്ത് ചെയ്യാൻ എല്ലാ ദിവസവും ഞാൻ പോയിരുന്നത് സാധാരണ വസ്ത്രങ്ങളിലാ. പക്ഷേ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അജയ്യനായ അമരക്കാരനായ രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മരണപ്പെട്ടപ്പോൾ ഹബീബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ചാരത്ത് മറവ് ചെയ്യപ്പെട്ടപ്പോൾ ഒരിക്കലും പോലും ഒരു പ്രാവശ്യവും പോലും ഞാൻ മുഖവും ശരീരവും മറച്ചിട്ടില്ലാതെ സിയാറത്ത് ചെയ്യാതെ പോയില്ല എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ പൊന്നുപോലെ ബാവിക്കരയിലെ പെങ്ങളെ
ഭാഷണത്തോടുകൂടെ ആയിഷ എന്നുള്ള പേരുള്ള പെങ്ങളെ, നഫീസത്തുൽ മിസ്രിയുടെ പേരുള്ള പെങ്ങളെ, ഫാത്തിമാബിയുടെ പേരുള്ള പെങ്ങളെ, ഹഫ്സാബിയുടെ പേരുള്ള പെങ്ങളെ, ഖദീജത്തുൽ കുബറയുടെ പേരുള്ള പെങ്ങളെ, അവരായി മാറണം എന്റെ പെങ്ങളെ. നീ ചെയ്യേണ്ട റോൾ മോഡൽ അവരാ, ഐശ്വര്യ റായല്ല പെങ്ങളെ. അതുപോലെ ഏതെങ്കിലും മലയാള സിനിമയുടെ നടിമാരല്ല പെങ്ങളെ. ഏതെങ്കിലും കണ്ണുരുട്ടിക്കൊണ്ടോ കൈയിരുട്ടിക്കൊണ്ടോ ഒരു പാട്ട് വന്നാ അതിന്റെ കോലപ്പെടുത്തുകൊണ്ട് സുബ്ഹാനല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീനിന്റെ പൈതൃകങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അനാവശ്യ പ്രാർത്ഥന അനാവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട ബാബിക്കരയിലെ ഉമ്മ ഇന്ന് തന്നെ പ്രതീക്ഷയെടുത്തു. റബ്ബേ അറിയാതെ തമ്പുരാനെ എന്റെ ജീവിതത്തിൽ പാപങ്ങൾ വന്നിട്ടുണ്ട്. ലാദാ ഇല്ല റബ്ബേ, ഇല്ല തമ്പുരാനെ, ഞാൻ മരിച്ചു പോകേണ്ടവളാണ്. എനിക്ക് ഫാത്തിമയെ പോലെ ജീവിക്കണം, എനിക്ക് ആയിഷയെ പോലെ ജീവിക്കണം, എനിക്ക് ഖദീജയെ പോലെ ജീവിക്കണം, എനിക്ക് നഫീസത്തുൽ മിസ്രിയെ പോലെ ജീവിക്കണം എന്നുള്ള ഒരു പ്രതിജ്ഞയെടുത്തോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ ഈ മൂന്നാമത്തെ ലോകമായ ദുനിയവിയായ ലോകത്തിൽ ജീവിക്കുമ്പോൾ പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും സമ്മാനമായി നൽകിയ ആത്മാവുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ആത്മാവിനെ വീണ്ടെടുക്കാൻ വരുന്നത് 1-2 മാലാകന്മാരല്ല. സുബ്ഹാനല്ലാഹ്, 6 ഫീറ്റുള്ള 7 ഫീറ്റുള്ള ഒരു മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ കടന്നു വരുന്നത് 70,000 മാലാകന്മാരാണ്. സുബ്ഹാനല്ലാഹ്, ചുരുക്കി പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗമത 70,000 മാലാകന്മാരിൽ നിന്ന് ഒരു വിഭാഗമത ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ അവന്റെ തള്ളവിരൽ മുതൽ മുത്തുവരേക്കും അവന്റെ റൂഹ് പിടിക്കുകയാണ്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് 40 ദിവസങ്ങൾക്ക് മുമ്പായിരിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത്, ഒരു മനുഷ്യന്റെ മരണം, എന്റെ മരണം പടച്ച തമ്പുരാൻ എപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് 40 ദിവസങ്ങൾക്ക് മുമ്പായിരിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പറയാൻ വായിക്കൽക്കാർ കുറച്ച് മടിയും തോന്നി. വെള്ളിയാഴ്ച ഞാൻ എപ്പോഴും മിണ്ടാണ്ടിരിക്കും. ഉറക്കെ സ്വലാത്ത് പറയും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 70,000 മാലാകന്മാരിൽ നിന്ന് ഒന്നാമത്തെ വിഭാഗം അതാ കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്, നിന്റെ തള്ളവിരൽ മുതൽ മുട്ടുവരേക്കും നിന്റെ റൂഹ് പിടിച്ചെടുക്കുകയാ. പിന്നെ നിനക്ക് നടക്കാൻ കഴിയുന്നില്ല. നിന്റെ മക്കളോട് പറയും, എന്റെ കാലൊന്ന് നെക്കിത്താടാ, എന്റെ കാലൊന്ന് തടവി തരുമോ, എന്റെ വിരളൊന്ന് തടവി തരുമോ പൊന്നുമോനെ. അങ്ങനെ ഒന്നാമത്തെ ഭാഗം വന്നുകൊണ്ട് മുട്ടുവരേക്കും റൂഹ് പിടിച്ചു. പിന്നെ നിനക്ക് നടക്കാൻ കഴിയുന്നില്ല. നിന്നെ താങ്ങിയെടുക്കാൻ നിന്റെ പ്രിയപ്പെട്ട മക്കൾ വേണം, ഭാര്യ വേണം, കൂട്ടുകുടുംബാദികൾ വേണം. പിന്നെ രണ്ടാമത്തെ വിഭാഗം കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, നിന്റെ മുട്ടു മുതൽ ഊരവരേക്കും റൂഹ് പിടിക്കുന്നു. പിന്നെ ഇരുന്നവിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. പിന്നെ നിനക്ക് കടന്ന സ്ഥലത്തിലേക്ക് തന്നെ ഭക്ഷണം നൽകാൻ തുടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, മെത്തപ്പട്ടിൽ കടന്നുകൊണ്ട് നീ പറയും, റബ്ബേ സഹിക്കാൻ കഴിയുന്നില്ല തമ്പുരാനെ. ചില ഉമ്മമാരെ മരണപ്പെടുന്നതിന് മുമ്പ് പറയാറുണ്ടല്ലോ, പൊന്നുമോനെ കാലുവേദന സഹിക്കാൻ കഴിയുന്നില്ലടാ, കാലുവേദന സഹിക്കാൻ കഴിയുന്നില്ലടാ എന്ന് എത്രയോ ഉമ്മമാർ പറയാറുണ്ട്, എത്രയോ ചെറുപ്പക്കാരെ പറയാറുണ്ട്. കാരണം എന്തേ? മഹാന്മാരായ മാലാകന്മാർ വന്നവന്റെ റൂഹ് പിടിച്ചെടുക്കുകയാ. അങ്ങനെ മൂന്നാമത്തെ ഒരു വിഭാഗം കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, അവർ നിന്റെ ഊര മുതൽ നിന്റെ പൊക്കിൾ വരെ റൂഹ് പിടിക്കുന്നു. പിന്നെ ഒരു വിഭാഗം കടന്നു വരുന്നു, നിന്റെ പൊക്കിൾ മുതൽ നെഞ്ച് വരേക്കും അവർ റൂഹ് പിടിക്കുന്നു. പിന്നെ മറ്റൊരു വിഭാഗം കടന്നു വരികയാണ്, നെഞ്ഞ് മുതൽ നിന്റെ കഴുത്ത് വരേക്കും റൂഹ് പിടിക്കുമ്പോൾ പിന്നെ നിന്റെ ശരീരത്തിലുള്ള ചെറിയ ഒരു ശ്വാസമാണ്. കൂട്ടുകുടുംബാദികളെ വീട്ടിൽ തടിച്ചുകൂടും, കുടുംബക്കാർക്ക് ഫോൺ വിളിച്ചുകൊണ്ട് പറയും, ഉമ്മാക്ക് സുഖമില്ല, ഉപ്പാക്ക് സുഖമില്ല, ഒരൽപ്പം സീരിയസ് ആണ്, കടന്നു വരുമോ? നിന്റെ കൂട്ടുകുടുംബാദികളെല്ലാം കടന്നു വരികയാ. നിന്റെ മക്കൾ വന്ന് നിന്റെ ചാരത്തിരിക്കുന്നു, നിന്റെ കുടുംബക്കാര് വന്ന് നിന്റെ ചാരത്തിരിക്കുന്നു. പെങ്ങളെ, എന്റെ പെങ്ങളെ, ഞാനും നീയും അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇനിയാണ്
ഈ വിനീതനെ തിരഞ്ഞെടുത്തതായ മണ്ണറയിലേക്ക് കടന്നു പോകാനുള്ള കാര്യം. സുബ്ഹാനല്ലാഹ്. അവസാനമായ ഒരു മാലാഖ കടന്നു വരികയാണ്. അതാരെന്നറിയോ? ആബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്തുകൊണ്ടാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഡ്യൂട്ടി ഏൽപ്പിച്ചത്? ഈ ഡ്യൂട്ടി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കാനുള്ള കാരണം എന്ത്? മഹാന്മാരായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാലാഖമാരുടെ നേതാവാണ്, മലായികകളുടെ നേതാവാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ജിബ്രീലേ ഭൂമോദര തലങ്ങളിൽ പോയി ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് ആദമിനെ സൃഷ്ടിക്കാൻ വേണ്ടി കൊണ്ടുവരണം. ആദമിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു പിടി മണ്ണ് ഭൂമിയിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമി ലോകത്തിലേക്ക് കടന്നു വരികയാണ്. മണ്ണെടുക്കാൻ നോക്കുമ്പോൾ ഈ ഭൂമി ലോകം അതാ പൊട്ടിക്കറയുന്നു. വേണ്ട റബ്ബേ, വേണ്ട തമ്പുരാനെ, എന്റെ മണ്ണ് ഞാൻ മനുഷ്യ സന്തതികളെ സൃഷ്ടിക്കാൻ വേണ്ടി തരില്ല റബ്ബേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയുടെ ദുഃഖം കണ്ടതാ തിരിച്ചു പോകുന്നു. രണ്ടാമതായി പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സത്ത് അയക്കുന്നത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഈ ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കുമ്പോ ഭൂമി പൊട്ടിക്കറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭൂമി പറയുന്നു, വേണ്ട വേണ്ട, മനുഷ്യരെ സൃഷ്ടിക്കാൻ ഞാൻ മണ്ണ് തരില്ല, മനുഷ്യരെ സൃഷ്ടിക്കാൻ ഞാൻ മണ്ണ് തരില്ല എന്ന് ഭൂമി വാശി പിടിക്കുമ്പോൾ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും ദുഃഖമായി കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അരികിൽ പോയി പറയുന്നു, റബ്ബേ, നീ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നു റബ്ബേ, എനിക്ക് കഴിയില്ല തമ്പുരാനെ എന്ന് പറയുമ്പോൾ മൂന്നാമതായി ഒരു മലക്കിനെ അയക്കുന്നു. അതാണ് എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ പിടിക്കുന്ന, ആരോടും കൃപ ചെയ്യാത്ത, ലാ അർഹമു സ്വഗീറ വലൽ കബീറ, പിഞ്ചു പൈതലിന്റെ പോലും റൂഹ് പിടിക്കാൻ മടിക്കാത്ത അസ്റായീൽ, രക്തത്തിളപ്പുള്ള ചുണക്കുട്ടനായ ചെറുപ്പക്കാരന്റെ ആത്മാവിനെ പിടിച്ചെടുക്കാൻ മടി കാണിക്കാത്ത, ദുഃഖിക്കാത്ത അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമോദര തലങ്ങളിൽ കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഭൂമോദര തലങ്ങളിൽ നിന്ന് മണ്ണെടുക്കുന്ന സമയത്തില് ഭൂമി പൊട്ടിക്കറയുന്നു. വേണ്ട അസ്റായീലേ, വേണ്ട വേണ്ട. പക്ഷേ ഭൂമിയോട് യാതൊരു കൃപ കാണിക്കാതെ പടച്ച തമ്പുരാന്റെ അരികിലതാ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, റബ്ബേ, നീ ഏൽപ്പിച്ച ദൗത്യം ഇതാ ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ആ സമയത്തിൽ അല്ലാഹു അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അസ്റായീലേ, ഞാൻ മീകായിലിനെ അയച്ചു, ജിബ്രീലിനെ അയച്ചു, ഒരാളും പോലും മണ്ണെടുക്കാൻ അവർക്ക് മനസ്സ് തോന്നിയില്ല. അവരുടെ മനസ്സിന് ദുഃഖമുണ്ടായല്ലോ. അസ്റായീലേ, നിനക്ക് എന്തുകൊണ്ടാണ് ദുഃഖം വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാക്ക്, എന്റെ ഭാവിക്കരയിലെ മുസ്ലിമേ, ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ, എന്റെ പൊന്നു ചെറുപ്പക്കാരാ, മനസ്സിരുത്ത് കേട്ടോ. പ്രസംഗം ഒരു നിരൂപണം നടത്താനുള്ളതല്ല, പ്രസംഗത്തിൽ പാട്ടുള്ളോ എന്ന് കേൾക്കാനുള്ളതല്ല, ശബ്ദമുണ്ടോ എന്ന് നോക്കാനുള്ളതല്ല. ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകണം പൊന്നുപോലെ, ജീവിതത്തിൽ മാറ്റമുണ്ടാകണം പൊന്നുപോലെ. എന്റെ പെങ്ങളെ, ഈ വിനീതനെ സ്നേഹിക്കുന്ന, ഈ വിനീതനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന എത്രയോ ഉമ്മമാർ പെങ്ങന്മാർ ഈ നാട്ടിലുണ്ട്. എന്റെ പൊന്നു പെങ്ങളെ, പ്രസംഗം നിരൂപണം നടത്താൻ ഒരിക്കലും പോലും നിന്നോട് ഞാൻ പറയുന്നില്ല. എന്റെ ഈ വിനീതത്തിന്റെ ഒരു വാക്കുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായാൽ അത് ദുനിയാവും ആഖിറവും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഇത് ലോകത്തിന്റെ നായകൻ ഹബീബുനാ ത്വാഹാ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് കുട്ടികളെ ബക്കറ്റ് കൊടുത്തുണ്ടായിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ സ്ത്രീകളൊക്കെ സഹകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബിനെ സഹായിക്കുന്ന ഓരോരുത്തർക്കും മഹാന്മാരായ ബാബിക്കര ഔലിയാക്കളുടെ പൊരുത്തവും അവിടുത്തെ കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു, അസ്റായീലേ, നിനക്ക് കൃപ വന്നില്ല? അസ്റായീലേ, ഭൂമിയോട് നിനക്ക് കാരുണ്യം തോന്നിയില്ല? അസ്റായീലേ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ബാബിക്കരയിലെ ഉമ്മ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം
പറയുകയാണ്, റബ്ബേ സൃഷ്ടികളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും പോലും മുട്ടുകുത്തുന്നവനല്ല അല്ലാ. സൃഷ്ടികളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും മുട്ടുകുത്തുന്നവനല്ല. സൃഷ്ടാവായ നിന്റെ മുമ്പിൽ മാത്രമാണ് റബ്ബേ ഞാൻ തലകുണിക്കുന്നത്. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, പരിശുദ്ധമാക്കപ്പെട്ടതായ വിവാഹ ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഓരോ മണിക്കൂറുകൾ കഴിഞ്ഞുകൊണ്ട് സുന്ദരമായ പ്രിയപ്പെട്ട ഭാര്യയെ നീ കൂട്ടിക്കൊണ്ട് മണിയറയിൽ പ്രിയപ്പെട്ട ഭാര്യയോട് സംസാരിക്കുന്ന വേളയില് എത്ര പുരിയാപ്പളമാരായി ലോകത്തിൽ നിന്ന് കടന്നുപോയത്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിക്കുത്തരം നൽകി കടന്നുപോയ എത്ര ചെറുപ്പക്കാരാ. പ്രിയപ്പെട്ട ഉമ്മയുടെ ഉദരത്തിനകത്തളത്ത് 6 മാസം മാത്രം പ്രായമുള്ള 5 മാസം മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട ചാപ്പുള്ളകളും പോലും അന്തവിശ്രമം കൊള്ളുന്ന നാടാരമില്ലാത്ത പള്ളിക്കാടാകുന്ന മണ്ണറ. അവിടെയുടെ അത്ഭുതങ്ങളാണ് കേൾക്കേണ്ടത് എന്റെ പെങ്ങളെ. കണ്ണിന്റെ മുമ്പിൽ കാണുന്നല്ലോ, കണ്ണിന്റെ മുമ്പിൽ കാണുന്നല്ലോ മൈലാഞ്ചി ചെടികൾ നിന്നോട് കഥ പറയുന്നു പെങ്ങളെ. ഈ വിനീതന്റെ പ്രസംഗം പറയുമ്പോൾ, ഈ വിനീതന്റെ പ്രസംഗം കേൾക്കുമ്പോൾ മണ്ണറയുടെ കത്തളത്തിൽ നിന്നോട് ഉമ്മ പറയുന്നു, പൊന്നുമോളെ ശരിക്കും കേട്ടോ, വാട്സപ്പിൽ കളിക്കല്ലേ, വാട്സപ്പിൽ ചാറ്റിംഗ് ചെയ്യല്ലേ, ശരിക്കും കേട്ടോ. നിങ്ങളെ പോലെ എത്രയോ മതപ്രഭാഷകന്മാർ വന്ന പ്രഭാഷണം നടത്തുമ്പോൾ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല, എനിക്കൊന്നും കേൾക്കാൻ സമയം കിട്ടിയില്ല. എന്നെ പോലെയാകല്ലേ മോളെ, എന്നെ പോലെയാകല്ലേ പെങ്ങളെ എന്ന് എത്രയോ ചെറുപ്പക്കാരെന്ന് ബാവിക്കരയുടെ ചുറ്റുപരിസരങ്ങളിൽ എന്റെ വിശ്രമം കൊള്ളുന്ന എത്രയോ ചെറുപ്പക്കാർ, എത്രയോ പെങ്ങന്മാർ വിളിച്ചു പറയുന്നു, എന്റെ പെങ്ങള് മനസ്സിരുത്ത് കേട്ടോ, മനസ്സിരുത്ത് കേട്ടോ. ഉമ്മയുടെ ഉദരത്തിനകത്തളത്ത് 6 മാസം മാത്രം പ്രായമുള്ള 4 മാസം മാത്രം പ്രായമുള്ള ചാപ്പിള്ളകൾ കടന്നുറങ്ങുന്ന നാടാ പള്ളിക്കാടാകുന്ന മണ്ണറ. 5 വയസ്സുള്ള പൊന്നുമോൾ, 10 വയസ്സുള്ള പൊന്നുമോൾ, 17കാരിയായ പൊന്നുമോൾ, രക്തത്തളപ്പുള്ള മസിൽ പവറുള്ള 24, 30 വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാർ അന്തവിശ്രമം കൊള്ളുന്ന നാടാ മണ്ണറ. സുബ്ഹാനല്ലാഹ്. നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ള മാലാഖ പിടിച്ചെടുത്താൽ സുബ്ഹാനല്ലാഹ്, പിന്നെ നീ ഡെഡ് ബോഡിയാണ് പൊന്നുമോനെ, പിന്നെ ഡെഡ് ബോഡിയാണ്. സുബ്ഹാനല്ലാഹ്. നിന്റെ മയ്യത്തിനെ കാണാൻ വേണ്ടി കൂട്ടുകുടുംബാദികൾ കടന്നു വരുന്നു, നിന്റെ നാട്ടുകാര് കടന്നു വരുന്നു, നിന്റെ മക്കൾ കടന്നു വരുന്നു, നിന്നെ ഇഷ്ടപ്പെട്ടവർ കടന്നു വരുന്നു. അതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ട് കഴിഞ്ഞാൽ പറയാറുണ്ട്, എവിടേക്ക് പോകുന്ന മയ്യത്ത് കാണാൻ പോകാൻ. മയ്യത്ത് കാണൽ സുന്നത്തെന്ന് ആരാ പഠിപ്പിച്ചത്? മയ്യത്ത് കാണൽ സുന്നത്തുള്ളത് അത് അടുത്ത കുടുംബക്കാർക്ക് മാത്രം. ഉമ്മ മരണപ്പെട്ടാൽ മക്കൾ കാണാം, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ കാണാം. ഇത് നാട്ടുകാർക്ക് എല്ലാവർക്കും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് എക്സിബിഷൻ പോലെ എല്ലാവരും കാണിച്ചു കൊടുക്കാം, ഒരു വസ്തു പ്രദർശനം പോലെയാക്കാം. നാട്ടുകാർക്കും ജീവിതത്തിൽ നല്ല ഒരു ഉമ്മയാണ്, ഒരു അന്യപുരുഷന്റെ മുഖത്തിലേക്കും പോലും എത്തി നോക്കാത്ത ഒരു ഉമ്മയുടെ മുഖം എത്രയോ അന്യപുരുഷന്മാർ വന്ന് കാണുന്നു. ചില മക്കളൊക്കെ ഒരു വസ്തു പ്രദർശനം പോലെ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മയ്യത്ത് കാണൽ സുന്നത്ത് എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അത് പ്രിയപ്പെട്ട അത്രയും അടുത്ത കുടുംബക്കാർക്കും അതുപോലെ തന്നെ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടാൽ സയ്യിദന്മാർ മരണപ്പെട്ടാൽ ആലിമീങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ മയ്യത്ത് കാണുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട മഹാനുഭാവനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ടപ്പോൾ ആ മഹാനുഭാവന്റെ മയ്യത്ത് കാണാൻ വേണ്ടി ലക്ഷക്കണക്കിനുള്ള ആളുകൾ അവിടെ എത്താറുണ്ടായി. ആ മഹാനുഭാവന്റെ മയ്യത്ത് കാണാനുള്ള സുന്നത്താണ്. കാരണം ഒരു സയ്യിദിന്റെയും ഒരു ആലിമിന്റെയും മയ്യത്ത് കാണൽ സുന്നത്താണെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ. ഇത് പരിചയമുള്ളവരും ഇല്ലാത്തവരും പ്രിയപ്പെട്ട എത്രയോ 30 വയസ്സുള്ള പെങ്ങന്മാർ മരണപ്പെട്ടു പോയാലും മയ്യത്ത് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ. മരണപ്പെട്ട വീട്ടിലേക്ക് നീ ചെല്ലേണ്ടത് യാസീൻ ഓതിയിട്ടാണ്. മയ്യത്ത് നോക്കിയിട്ട് വരും. യാസീൻ ഓതണം എന്റെ പ്രിയപ്പെട്ടവരെ. നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് യാസീൻ ഓതപ്പെടണമെങ്കിൽ, നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ഫാത്തിഹ ഓതപ്പെടണമെങ്കിൽ എന്റെ പെങ്ങളെ, എന്റെ പെങ്ങളെ, നിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരെ കാണാൻ പോയാൽ നീ ഫാത്തിഹ ഓതണേ, നീ യാസീൻ ഓതണേ. അവിടെയാണ് ഒരു പരിവർത്തനം ഉണ്ടാകുന്നത്. നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ മയ്യത്തിന്റെ മുമ്പിൽ യാസീൻ ഓതാൻ ആളുകൾ ഉണ്ടാകും. നിന്റെ മയ്യത്തിന്റെ മുമ്പിൽ ഫാത്തിഹ
ഓതാൻ ആളുകൾ ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരത്തിലുള്ള നല്ല ഒരു സമുദായത്തെ നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ ചുരുക്കി പറയുകയാണ്, മണ്ണറയുടെ വിഷയമാണ്, ഇവിടെ ഖബറിന്റെ വിഷയമാണ്. സുബ്ഹാനല്ലാഹ്, നിന്റെ മയ്യത്തെല്ലാവരും കാണാൻ സാധിച്ചു. നിന്റെ മയ്യത്തെല്ലാവരും കണ്ടുകൊണ്ട് അവസാനമായ 3 കെട്ട് കെട്ടിക്കൊണ്ട് നിന്റെ ശരീരത്തിലേക്ക് 3 കെട്ടും കെട്ടിക്കൊണ്ട് എന്റെ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, തലയുടെ മുടി ഒരൽപ്പം വെളുത്തു പോയപ്പോൾ, തലയുടെ ഒരൽപ്പം മുടി നരച്ചു പോയപ്പോൾ അതിലെ കറുപ്പ് പെയിന്റ് അടിച്ചുകൊണ്ട് റോൾ മോഡൽ നടത്തിയ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മനസ്സിരുത്തി കേട്ടോ, മനസ്സിരുത്തി കേട്ടോ. പൊന്നുമോനെ, നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതേ ബാവിക്കര പള്ളിയുടെ ചുറ്റുപരിസരങ്ങളിൽ നിന്റെ ഖബറടക്കുമ്പോൾ നിന്റെ മയ്യത്ത് നോക്കാൻ ഒരു മലായികത്ത് പോലും ഉണ്ടാകൂല. കാരണം എന്തേ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാവ് കൊണ്ട് ശപിക്കപ്പെട്ടവനാ നീ. നീ പള്ളിയിലേക്ക് എത്ര നിസ്കരിച്ചാലും, നീ എത്ര സകാത്ത് കൊടുത്താലും, നീ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും ഒന്നും പോലും, ഒരു കാര്യം പോലും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് ഹബീബുനാ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ. ൊരവസ്ഥ, വയസ്സന്മാർ കുട്ടികളൊക്കെ ഇന്ന് മുടിയൊക്കെ വെളുപ്പിക്കുക, നേരെ ഓപ്പോസിറ്റ് ആയി പോയി. കുട്ടികളൊക്കെ വേറെ വേറെ കളറിന്റെ പെയിന്റ് എടുക്കുക തലയിലേക്ക്, ഏതെങ്കിലും കായിക താരങ്ങളുടെ മോഡലാക്കിക്കൊണ്ട് ഇന്ന് പല ആളുകളും ചെറുപ്പക്കാരെന്ന് സദസ്സിൽ കാണാനില്ല. കാരണം ഇന്നലെ മുതൽ IPL സീസൺ തുടങ്ങി. ഇനി കുട്ടികളെയും ഇനി ചെറുപ്പക്കാരെന്ന് കിട്ടൂല. ഇനി ഫുൾ ക്രിക്കറ്റിന്റെ ഒരവസ്ഥയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം കളാക്കിക്കൊണ്ട് എന്റെ പൊന്നുമക്കളെ ഇന്നോ നാളെയോ മരണപ്പെട്ടു പോകേണ്ടതാണ്. അത്തരത്തിലുള്ളൊരു ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ സലാമത്താക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട അങ്ങനെ 3 കെട്ടും കെട്ടിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് വീട്ടിന്റെ കത്തളത്തിൽ നിന്നെ ഇറക്കുകയാണ്. സുബ്ഹാനല്ലാഹ് വീട്ടിന്റെ പുറത്തേക്ക് വെളിയിലോട്ട് കൊണ്ടുവരുമ്പോൾ കുടുംബക്കാരെല്ലാവരും നിന്നെ പിടിച്ചുകൊണ്ട് നിന്റെ മയ്യത്ത് കട്ടിൽ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട തൗഹീദിന്റെ കലിമത്തുകൾ ഉരവിട്ടുകൊണ്ട് അതാരാരുമില്ലാത്ത ഏകാന്തതയുടെ ഒറ്റപ്പെട്ട വീടാകുന്ന മണ്ണറയുടെ കുഴിമാടത്തിലേക്ക് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, പണ്ടുള്ളതായ കവിമാർ പാടുത്തുന്ന സുന്ദരമായ പാട്ടുകളുണ്ടല്ലോ. പരമ്പിനി ചുമ്മാ വിട്ട് ചുങ്കില് നടക്കുന്ന സുജാത്ത് നമു കൊണ്ടു നാട്ടിലെ കഥ എന്തെന്നറിയുണ്ടോ? നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ, കബറെന്ന ഭയങ്കര വീട്ടിലെ, വീട്ടിലെ മെത്ത വിരിച്ച നമുക്ക് കാട്ടിലാരടി മണ്ണാനെ, ചേരിൽ ചെന്ന് കിടക്കും നമ്മുടെ മേലെ വരുന്നത് കല്ലാണേ. ഇലയുമ്പോൾ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാകും ഒടവിലെ വാരിലേ, കനമേരും മീസാൻ കല്ലും മണ്ണും അതിന്മേലെ മറവാടും കബർ ബഹുജോരിലേ, മറമാടും കബർ ബഹുജോരിലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ വീട്ടിന്റെ കത്തളത്തിൽ നിന്ന് വെളിയിലോട്ട് കൊണ്ടുവരുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നെഞ്ചത്തടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാർ മക്കളെ കൊണ്ടുപോകുമ്പോൾ പൊട്ടിക്കരയുകയാണ്. ആ സമയത്തിതാ സുബ്ഹാനല്ലാഹ് നല്ല മയ്യത്താണെങ്കിൽ പറയും ഖദ്ദിമൂനി, ഖദ്ദിമൂനി, ഖദ്ദിമൂനി. ഇനി എനിക്ക് എന്റെ ഭാര്യ വേണ്ട, എനിക്ക് എന്റെ മക്കള് വേണ്ട, ഇനി എനിക്ക് എന്റെ കുടുംബം വേണ്ട. ഈ കോടാനുകോടി വില മതിക്കുന്നതായ ഫ്ലാറ്റുകളോ വീടുകളോ എനിക്കൊന്നും വേണ്ട. ഞാനിതാ സ്വർഗം കാണുകയാണ്, സ്വർഗം കാണുകയാണ്. ഖദ്ദിമൂനി, ഖദ്ദിമൂനി. എന്റെ മയ്യത്തൊന്ന് കൊണ്ടുപോകുമോ ബാബിക്കരക്കാരാ? പള്ളിയുടെ കത്തളത്ത് പെട്ടും നിസ്കരിച്ചുകൊണ്ട് എന്റെ മയ്യത്തൊന്ന് കബറടക്കുമോ എന്ന്
നല്ല മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ചീത്തപ്പെട്ട മയ്യത്താണെങ്കിലോ നിസ്കരിക്കാത്തവനാണെങ്കിലോ ഉറൂസിന്റെ പേരും പറഞ്ഞുകൊണ്ട് 1 മണി വരേക്കും 2 മണി രാത്രി വരേക്കും 3 മണി രാത്രി വരേക്കും നമ്മളെ സമയം ചെലവഴിച്ചുകൊണ്ട് സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മനസ്സ് തട്ടിക്കൊണ്ട് പറയുന്ന പൊന്നുപോലെ, മനസ്സുയർത്തിക്കൊണ്ട് പറയുന്ന പൊന്നുപോലെ 12 മണി വരേക്കും 1 മണി രാത്രി വരേക്കും സീരിയലുകളെ നോക്കിക്കൊണ്ട് സിനിമകളെ കണ്ടുകൊണ്ട് സുബഹി നിസ്കരിക്കാതെ പോത്തുപോലെ കടന്നുറങ്ങുന്ന എന്റെ ഭാവിക്കരയിലെ ഉമ്മ, എന്റെ ഭാവിക്കരയിലെ പെങ്ങളെ, നീ പറയുന്ന ഒരു വാക്കുണ്ട് പൊന്നുമോള്. അന്യപുരുഷന്റെ മുമ്പിൽ മുഖം മറക്കാരെ കൊണ്ട് കല്യാണം കഴിച്ച ചെറുപ്പക്കാരനം പോലും പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം തുറന്നുകൊണ്ട് അന്യപുരുഷന്റെ മുമ്പിൽ ഒരു വസ്തു പ്രദർശനം പോലെ, ഒരു മാംസ കച്ചവടം പോലെ നടത്തുമ്പോൾ പൊന്നു ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ പറയുന്ന ഒരു വാക്കുണ്ട് പൊന്നുപോലെ. നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നീ എത്ര വലിയ ആചാരായാലും എത്ര വലിയ സൽക്കർമ്മങ്ങളെ ചെയ്തവനായാലും നിന്റെ ഭാര്യ നിനക്ക് നോക്കാൻ കഴിഞ്ഞില്ലേ, നിന്റെ മക്കളെ നിയന്ത്രിക്കാതെ കഴിഞ്ഞില്ലേ, നിന്റെ കുടുംബത്തെ നോക്കാതെ കഴിഞ്ഞില്ലേ, നീ പറയുന്ന ഒരു വാക്കുണ്ട്, യാ വൈലാ അയ്ന തദ്ഹബൂന ബിഹാ. എന്റെ നാശമേ, എന്റെ കേടേ, എന്റെ ദുഃഖമേ, എവിടേക്കാണ്, എങ്ങോട്ടാണ് എന്റെ ഈ ഡെഡ് ബോഡിയെ കൊണ്ടുപോകുന്നത്? കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ, എന്റെ ശരീരത്തെ കൊണ്ടുപോകല്ലേ. എന്റെ ഭാര്യ കരയുന്നു, എന്റെ മക്കള് കരയുന്നു, എന്റെ കൂട്ടുകുടുംബാരികളെ കരയുന്നു, കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ എന്ന് നിലവിളിച്ച് പറയുമെന്ന് ലോകത്തിന്റെ നായകൻ സാദിഖുൽ മസ്തൂഖ് മുഖ്ബിരേ നബി മുഹമ്മദ് മുസ്തഫ. ആ മയ്യത്ത് നിലവിളിച്ച് പറയും, എന്റെ മയ്യത്ത് കൊണ്ടുപോകല്ലേ, എന്റെ മയ്യത്ത് കൊണ്ടുപോകല്ലേ. പക്ഷേ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് എന്നുള്ളതായ ഒരു കാര്യം വിട്ടുപിരിഞ്ഞാൽ നിന്റെ വാക്കുകൾ ആരും തന്നെ കേൾക്കുന്നില്ല. ഭാര്യയുടെ മുഖം നോക്കിക്കൊണ്ട് ആ മയ്യത്ത് നിലവിളിച്ച് കൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, എന്റെ ശരീരം കൊണ്ടുപോകല്ലേ എന്ന് പറയുമോളെ, മക്കളോട് പറയും, എന്റെ ശരീരം നീ പൊന്തിക്കല്ലടാ, എന്റെ മയ്യത്ത് കൊണ്ടുപോകല്ലടാ. ഒരു വീട്ടിലേക്കും പോലും, റോഡില്ലാത്ത വീട്ടിലേക്കും പോലും കടന്നു വരുന്ന ഒരു വണ്ടിയാണല്ലോ, ഒരു വാഹനമാണല്ലോ മയ്യത്ത് കട്ടില്. സുബ്ഹാനല്ലാഹ്, മയ്യത്ത് കട്ടിലും കൊണ്ടുവന്നുകൊണ്ട് വീട്ടിന്റെ വെളിയിലോട്ട് വെക്കുമ്പോൾ ആരും തന്നെ നിന്റെ വാക്കുകൾ കേട്ടില്ല, ആരും തന്നെ നിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. ആ മയ്യത്തിന്റെ കട്ടിലിന്റെ ഉൾഭാഗത്ത് നിന്റെ മയ്യത്ത് വെക്കുമ്പോൾ നീ വിരുമ്പി കരയുകയാണ്, പൊട്ടി കരയുകയാണ്. നിന്റെ നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്നു. ഈ ഭാവിക്കര പള്ളിയുടെ കത്തളത്തിൽ മയ്യത്ത് കട്ടില് വെച്ചു. എല്ലാവരും ഒതുകൊടുക്കാൻ തുടങ്ങി. നിന്റെ മയ്യത്ത് പറയുന്നു, നിന്നെ ഖബറടക്കല്ലേ, ഖബറടക്കല്ലേ. ഇത് കെട്ടുകഥകളല്ല പൊന്നുമോളെ, ഇത് കെട്ടുകഥകളല്ല പൊന്നു ചെറുപ്പക്കാരാ. ലോകത്തിന്റെ നായകനെ പറഞ്ഞ വാക്കാണ്. ആത്മാവിനെ വിളിക്കുന്ന ഓരോ രംഗങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ആ പള്ളിയുടെ കത്തളത്തിൽ നിന്റെ മയ്യത്ത് വിളിച്ച് പറയും, പൊന്നുമോളെ, റബ്ബേ ഞാൻ നിസ്കരിക്കാമല്ല, നോമ്പ് നോക്കാമല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാമല്ല, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാം തമ്പുരാനെ, മുഖം മറച്ചുകൊണ്ട് നടക്കാം തമ്പുരാനെ. പണങ്ങളുള്ളവര്, പത്രാസുള്ളവര്, ആഡംബരം കാണിച്ചവര്, പാവപ്പെട്ട സാധുക്കളെ വന്നുകൊണ്ട് സഹായം ചോദിച്ചപ്പോൾ പണത്തിന്റെ കെട്ടുകൾ നിന്റെ കപാട്ടിന്റെ ഉൾഭാഗത്തിൽ വെച്ചുകൊണ്ട്, അലമാരയുടെ ഉൾഭാഗത്തിൽ വെച്ചുകൊണ്ട്, ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ വീട്ടിന്റെ മുമ്പിലേക്ക് അയച്ചുകൊണ്ട് ഫക്കീറന്മാരെ തിരിച്ചയച്ചവരെ ആ സമയത്ത് നീ ഖേദിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബേ എന്റെ സമ്പത്തുകളെ നിനക്ക് വേണ്ടി ചെലവഴിക്കാമല്ല, പാവപ്പെട്ടവർക്ക് കൊടുക്കാം റബ്ബേ, എന്റെ കുടുംബക്കാർക്ക് കൊടുക്കാം തമ്പുരാനെ എന്ന് നിലവിളിച്ച് പറയുമെന്ന് ലോകത്തിന്റെ നായകന് ഹബീബുനാ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയോ എന്റെ പ്രിയപ്പെട്ടവരെ,
അവിടുന്ന് ഖതീബ് ഇമാം നിൽക്കാൻ വരുന്നതിന് മുമ്പ് ഖതീബ് ചോദിക്കുമല്ലോ, കുടുംബത്തിൽ ആരെങ്കിലും മൊയിലാറുണ്ടോ? കുടുംബത്തിൽ ആരെങ്കിലും മൊയിലാറുണ്ടോ? എന്റെ പൊന്നുമോളെ, നിനക്കും വേണ്ടേ? നിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ ഒരു പൊന്നുമോന് വേണ്ടേ? പൊന്നുപെങ്ങള് 5 വയസ്സുള്ള 10 വയസ്സുള്ള പൊന്നുമക്കളെ ഇംഗ്ലീഷ് മീഡിയമിലേക്ക് മാത്രം അയച്ചുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസങ്ങൾക്ക് മാത്രം താല്പര്യം കൊടുക്കുന്ന പൊന്നുമോളെ, നിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ ഒരു പൊന്നുമോനുണ്ടോ? ഭാഗ്യം വേണം പൊന്നുമോളെ, ഭാഗ്യം വേണം പൊന്നുമോളെ. അത്തരത്തിലുള്ള മക്കൾ കിട്ടാൻ ഭാഗ്യം വേണം പൊന്നുമോളെ. അല്ലാഹു റബ്ബുൽ ഇസ്സ സ്വാലിഹായ മക്കളെ നമ്മൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയോ കുടുംബക്കാരോട് ചോദിക്കുന്ന ആരെങ്കിലും മൊയിലാവാറുണ്ടോ? ആരെങ്കിലും ഉസ്താദന്മാരുണ്ടോ? നല്ല ദീനിനോട് ബന്ധം പുലർത്തുന്ന അല്ലാഹുവിന്റെ ചിന്തയുള്ള ദീനീപരമായ കുടുംബത്തിൽ നിന്ന് നല്ല ഒരു പൊന്നുമോൻ, തലയിലേക്ക് തൊപ്പി ധരിച്ചവര്, താടി വെച്ചൊരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഞാനുണ്ട് ഉസ്താ, എന്റെ ഉമ്മയുടെ മയ്യിത്ത് നിസ്കരിക്കാൻ ഞാനുണ്ട് ഉസ്താ എന്ന് നല്ല മനസ്സോടുകൂടെ വന്നുകൊണ്ട് ആ ഉമ്മയുടെ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് റഹ്മത്തിന്റെ മാലാഖമാർദാ ആമീൻ പറയാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ആ പൊന്നുമോനെ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ വഅഫു അൻഹാ വആഫിഹാ. റബ്ബേ തമ്പുരാനേ, എന്റെ മുമ്പ് കിടക്കുന്നത് എന്റെ ഉമ്മയാണ് അല്ലാഹ്, എന്റെ ഉപ്പയാണ് റബ്ബേ. എന്റെ ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്റെ ഉപ്പ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് റബ്ബേ. അറിയാതെ നിസ്കാരങ്ങൾ കളായിട്ടുണ്ട് റബ്ബേ. അറിയാതെ തോന്നിവാസങ്ങൾ വന്നിട്ടുണ്ട് റബ്ബേ. ഈ തൊപ്പി ധരിച്ച പൊന്നുമോൻ, സുന്നത്തായ താടി വെച്ച പൊന്നുമോൻ എന്നോട് ചോദിക്കുന്നു റബ്ബേ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ. വർഹംഹാ, എന്റെ ഉമ്മാക്ക് നീ കൃപ ചെയ്യണേ. വഅക്രിം നുസുലഹാ വവസ്സി മദ്ഖലഹാ, എന്റെ ഉമ്മയുടെ ഖബർ നീ വിശാലമാക്കണേ. എന്റെ ഉമ്മയെ നിന്റെ അരികിലേക്ക് അയക്കുകയാണ് തമ്പുരാനെ. ഈ ഉമ്മയെ സ്വീകരിക്കണേ അല്ലാഹ്, ഈ ഉമ്മയെ ബഹുമാനിക്കണേ അല്ലാഹ് എന്ന് ആ മകന് ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൊന്നുമോനുണ്ടെങ്കിൽ ആ ഉമ്മ സ്വർഗത്തിൽ കിടക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭാഗ്യം വേണ്ടേ പൊന്നുമോളെ? അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ മക്കളെ ചുരുക്കിയത് ഒരു 10ാം ക്ലാസ് എങ്കിലും മദ്രസ പഠിപ്പിച്ചാൽ നിനക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ ഒരു പൊന്നുമോൻ ഉണ്ടാകും പൊന്നുമോളെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി ഏത് കാളിയാറുമാരായാലും ഏത് ഉസ്താദുമാരായാലും തങ്ങന്മാരായാലും അവർ സാധാരണ ഗതിയിൽ എപ്പോഴും ദുആ ചെയ്യും പോലെ ദുആ ചെയ്യും. പക്ഷേ നിന്റെ വിടവാകൽ കൊണ്ട് മനസ്സ് ദുഃഖിച്ച, മനസ്സ് പൊട്ടിപ്പോയ ഒരു പൊന്നുമോൻ നിനക്ക് പ്രാർത്ഥിച്ചാൽ ഭാഗ്യമാണ് പൊന്നുമോളെ. നീ സ്വർഗം കണ്ട് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബുനാ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു റബ്ബുൽ നമ്മൾക്ക് തന്ന മക്കളെ സ്വാലിഹായ മക്കളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയോ ഒരു വിഭാഗമതാ ചില ആളുകള് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്ന ആളുകളുണ്ട്. പള്ളിയുടെ ഖബർ മൈതാനിലേക്ക് നോക്കാതെ തൊപ്പി വെക്കാത്ത വലിയ നെഞ്ഞുവരേക്കും താടി നീട്ടി വെച്ച ചില കോമാളികളുണ്ട്. അവൻ ഇന്നാലെയോ ബോബിക്കാനയുടെ വാട്ടിലിന്റെ കത്തളത്തിരുന്നു കൊണ്ട് പൊറോട്ട അടിച്ചവരാ. ഇന്ന് വലിയ കാളിയാറ. അവൻ ഏതെങ്കിലും പുസ്തകങ്ങളെ വായിച്ചുകൊണ്ട് അവനെ പറയും ഞാൻ മുജാഹിദ, അവന്റെ വിപ്ലവം മുജാഹിദ, അവന്റെ വിപ്ലവം സലഫി എന്ന, അവന്റെ വിപ്ലവം ജമാഅത്തെ ഇസ്ലാമി എന്ന. കോമാളികളെ, പാമര വെട്ടികളെ, ഭാഗ്യം വേണടാ, ഭാഗ്യം വേണടാ എന്റെ പൊന്നുപെങ്ങളെ. പാതിരായാമങ്ങളായാലും പോലും മഗ്‌രിബ് ഇശാഇന്റെ ഇടയില് നിന്റെ മക്കളെ നോക്കാൻ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്ത പൊന്നുമോളെ, നിന്റെ മക്കളതാ ബോധിക്കാനയുടെയോ അല്ലെങ്കിൽ ചുറ്റുപരിഖണങ്ങളിലുള്ള
ഏതെങ്കിലും നെഞ്ഞവരേക്കും താടി നീട്ടി വെച്ചവര്, തലമുട്ടയടിച്ചവര്, ജുബ്ബ വലിയ നീട്ടി വെച്ചവര്, ഉസ്താദേ അവര് വലിയ നിസ്കാരമുള്ളവരാണ് ഉസ്താദേ, മുജാഹിദീങ്ങളെ വലിയ നിസ്കാരമുള്ളവരാ, വലിയ സക്കാത്ത് കൊടുക്കുന്നവരാ, വലിയ ഹജ്ജ് ചെയ്യുന്നവരാണെന്ന് പറയുമോ? അത് ലോകത്തിന്റെ നായകന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്റെ ഭാവിക്കരയിലെ ചെറുപ്പക്കാരാ, അത്തരത്തിലുള്ള ആദർശം നിന്നിലുണ്ടെങ്കിൽ ഈ ഉറൂസ് പരിപാടിക്കുന്ന 3ാമത്തെ ദിവസമായിട്ട് വന്നിട്ടും പോലും ഭാവിക്കര ഔലിയാക്കളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഹളറത്തില് ഇതുവരേക്കും ഫാത്തിഹ ബോധാതെ എത്ര ആളുകൾ നമ്മളുടെ സദസ്സിലുണ്ട്, എത്ര ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ട്. വിളിച്ചത് കണ്ടു നോക്കുമ്പോൾ അതിന് നിരൂപണം നടത്തും, സദസ്സ് കണ്ടുകൊണ്ട് നല്ലത് പറയും, പ്രസംഗം കേട്ടുകൊണ്ട് നിരൂപണം നടത്തും. ഏതെങ്കിലും അങ്ങാടിയിൽ കറങ്ങിക്കൊണ്ടോ ഏതെങ്കിലും ഒരുത്തന്റെ മുഖം നോക്കിക്കൊണ്ട് കുറ്റം പറഞ്ഞതല്ലാതെ ഭാവിക്കര ഔലിയാക്കളുടെ മേലൊരു ഫാത്തിഹ ഓതാതെ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നീ ഔലിയാക്കൾക്ക് വേണ്ടി രാത്രിയും പകലും ഓടി നടന്ന് കഷ്ടപ്പെട്ടാലും പോലും, ഞാൻ ഉറൂസിയുടെ കമ്മിറ്റിയുടെ ഭാരവായി എന്ന് പറഞ്ഞാലും പോലും ഔലിയാക്കളുടെ പൊരുത്തം ലഭിക്കാൻ പോകുന്നില്ല പൊന്നുപോലെ. ഔലിയാക്കളുടെ പൊരുത്തം ലഭിക്കണോ? ഈ പരിശുദ്ധമാക്കപ്പെട്ട സരസിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ഈ സരസിലിരിക്കുന്നതിന് മുമ്പ് റബ്ബേ എന്റെ നാട്ടിലേക്ക് ആത്മീയതയുടെ വെളിച്ചം പകർന്നു തന്ന മഹാന്മാരായ ഔലിയാക്കളാണെന്നുള്ള ഒരു ബോധത്തോടുകൂടെ, ഒരു ഓർമ്മയോടുകൂടെ, ഒരു ചിന്തയോടുകൂടെ ആയിരിക്കണം പൊന്നുപോലെ കടന്നു വരേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ബോധം നമ്മൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നല്ല സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടിയാണെങ്കിൽ തലയിലേക്ക് തൊപ്പിം വെച്ചുകൊണ്ട് താടി വെച്ച ഒരു മനുഷ്യനതാ പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്തും എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഉപ്പയ്ക്കുടെ മയ്യത്തെടുത്തുകൊണ്ട് ഈ ഭാവിക്കരയുടെ പള്ളിക്കാട്ടിലേക്ക് കടന്നു വരികയാണ്. ആരാരുമില്ലാത്ത ഏകാന്തരയുടെ ഒറ്റപ്പെട്ട വീടാകുന്ന മണ്ണറ. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ അറിയുമോ? ലോകത്തിന്റെ നായകരെ പറഞ്ഞില്ലേ ഉസ്മാനും ബിൽ ജന്ന, ഉസ്മാൻ തങ്ങളെ സ്വർഗ്ഗത്തിലാണെന്ന് ലോകത്തിന്റെ നായകരെ പറഞ്ഞില്ലേ? ആ ഉസ്മാൻ തങ്ങളും പോലും പൊട്ടിക്കരഞ്ഞതെന്താ? ലോകത്തിന്റെ നായകന്റെ പരിശുദ്ധമാക്കപ്പെട്ട മദീനത്തുൽ മുനവ്വറയിൽ ക്ലാസ് എടുക്കുമ്പോൾ നരകത്തെ പറ്റി പറയും ഉസ്മാൻ കരയുന്നില്ല, സ്വർഗ്ഗത്തെ പറ്റി പറയും ഉസ്മാൻ കരയുന്നില്ല, മഹ്ശറയെ പറ്റി പറയും ഉസ്മാൻ കരയുന്നില്ല, മഹ്ശറയുടെ ഓരോ രംഗങ്ങളെ പറ്റി പറയും ഉസ്മാൻ കരയുന്നില്ല. പക്ഷേ ഉസ്മാൻ തങ്ങൾ പൊട്ടി കരയുന്നു. തന്റെ ശരീരം മുഴുവനും വേർത്തൊലിക്കും പോലെ കണ്ണീരിന്റെ ബാഷ്പകണങ്ങളെ കൊണ്ട് ഒലിച്ചു പോകുന്ന ഒരു രംഗമുണ്ട്. അത് എപ്പോഴെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അത് എന്നിലും നിന്നിലും ഉണ്ടാകണം പൊന്നുമോനെ. ഉസ്മാൻ തങ്ങളുടെ മുമ്പിൽ ഖബറിന്റെ കാര്യം പറഞ്ഞാൽ പൊട്ടിക്കരയുമായിരുന്നു പൊന്നുമോനെ. അവിടെയാണ് ഈമാനുള്ളത്, അവിടേക്കാണ് നീ ശരിയായ മുസ്ലിമാകുന്നത്, നീ സത്യവിശ്വാസിയാകുന്നത് എപ്പോഴെന്നറിയോ? ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയണം പൊന്നുമോനെ. ഇതോ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഖബറിന്റെ മുമ്പിലാ, സംഘടനയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഖബറിന്റെ മുമ്പിലാ, ജനറൽ ബോഡി കൂടുമ്പോൾ തല്ല് കൂടുന്നത് ഖബറിന്റെ മുമ്പിലാ, നാട്ടിന്റെ ആൾക്കാരുടെ ഫിത്ന പറയുന്നത് ഖബറിന്റെ മുമ്പിലാ. എന്റെ പൊന്നുമോളെ, എന്റെ പൊന്നു ചെറുപ്പക്കാരാ, ദുനിയവിയായ ഒരു സംസാരം ഖബറിന്റെ മുമ്പ് നിന്നൊരു മനുഷ്യര് സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ മുഖം പട്ടിയുടെ കോലവും ശരീരം പന്നിയുടെ കോലമായി കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ മഹ്ശറ ലോകത്തിൽ എത്തിച്ചൊല്ലുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ ഖബറിന്റെ മുമ്പ് നിന്നുകൊണ്ട് സംസാരിച്ചാൽ, ദുനിയവിയായ സംസാരിച്ചാൽ, ഇതോ നമ്മളുടെ രാഷ്ട്രീയത്തിന്റെ സംഘടനയുടെ കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ചു നോക്ക്. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദെ സംഘടന രാഷ്ട്രീയത്തിന്റെ കാര്യം ഒന്നും കൊണ്ടാണ് നിൽക്കേണ്ട ഉസ്താദെ, നിങ്ങളുടെ ഹദീസിലുള്ള കാര്യം മാത്രം വായിച്ച് അർത്ഥം വെച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ടവർ, ഇത് പറയൽ ഒരു നാട്ടിന്റെ ഒരു ഖതീബിന്റെ ഉത്തരവാദിത്തമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട അബന്യരായ ഖാദിയാർ ഉസ്താദ് അവർ പറഞ്ഞത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ പടച്ച തമ്പുരാൻ ഓരോന്നിനും നമ്മളോട് ഇതിന് ചോദിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബുനാ ത്വഹാ നബി മുഹമ്മദ് മുസ്തഫ
നബി മുഹമ്മദ് മുസ്തഫ അനീതികൾ കാണുമ്പോൾ അതിന് ശബ്ദിക്കണം. അവനാണ് ശരിയായ സത്യവിശ്വാസി എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബുനാ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ. ഇത് സംസാരിക്കുമ്പോഴാണ് കമ്മിറ്റി മീറ്റിംഗ് കൂടിക്കൊണ്ട് ഉസ്താദിനെ പിരിച്ചു വിട്ട് ഈ ഉസ്താദ് വേണ്ട ശരിയാവല അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്, ചില നാടുകളുണ്ട്. അൽഹംദുലില്ലാ നമ്മളുടെ ബാബിക്കരയിലുള്ള നല്ലവരായ കമ്മിറ്റിക്കാർ അൽഹംദുലില്ലാ നമ്മളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞു ഉസ്താദെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എപ്പോൾ നമ്മൾ പിന്തുണയുണ്ടാകുമെന്ന് അൽഹംദുലില്ലാ നമ്മളുടെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് ഒരു മാറ്റം ഉണ്ടാവുക. കുറെ 10-25 കൊല്ലക്കാലം നാട്ടിന്റെ എല്ലാ തിന്മകളെയും കണ്ട് കണ്ണടച്ചിരുന്നു കൊണ്ടൊന്നും ഉണ്ടാണ്ടിരുന്നാൽ അതിന്റെ എല്ലാ കുറ്റങ്ങൾ ആ നാട്ടിൽ ചെയ്ത ഓരോ പാപങ്ങളുടെ കുറ്റം ആ ഖതീബിന്റെ മേൽ അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഉസ്താദിന്റെ മേൽ അല്ലെങ്കിൽ ഉമറാക്കളായ കമ്മിറ്റി ഭാരവാഹികളുടെ മേൽ ഉണ്ടായിരിക്കുമെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അതാണ് അനീതി കാണുമ്പോൾ, അക്രമം കാണുമ്പോൾ അപ്പോൾ തന്നെ എതിർക്കുക. അത് അവനാണോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്പെട്ട ആളാണോ അല്ലെങ്കിൽ എൻ്റെ സംഘടന ആളോ അല്ല അപ്പുറത്തെ സംഘടന ആളോ അതൊന്നും നോട്ടയില്ല. ആരായാലും ദീനിന്റെ കാര്യം അതിന്റെ ഹക്ക് പോലെ തുറന്ന് പറഞ്ഞാലേ ആ നാട്ടിൽ ദീനിന്റെ വെളിച്ചമുണ്ടാകും. അല്ലാഹു അത്തരത്തിലുള്ള നാട്ടുകൾക്ക് ബർക്കത്ത് കൊടുക്കുമെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബനാ നബി മുഹമ്മദ് മുസ്തഫ. ആ ബർക്കത്ത്, ആ തിരുനോട്ടം അല്ലാഹു റബ്ബുൽ നമ്മളുടെ നാട്ടിലേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ കത്തളത്തിൽ നിന്ന് മയ്യത്തും പിടിച്ചുകൊണ്ട് അങ്ങനെ പള്ളിയുടെ കത്തളത്തിൽ നിന്ന് മയ്യത്തിനെ പിടിച്ചുകൊണ്ട് മയ്യത്ത് കെട്ടിൽ പിടിച്ചുകൊണ്ട് മണ്ണറയുടെ അകത്തളത്തിലേക്ക് വെക്കാൻ വേണ്ടി നിന്നെ കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ തങ്ങളും പോലും പൊട്ടിക്കരഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, നരകത്തെ പറ്റി പറയുമ്പോൾ ഞാൻ കരയുന്നില്ല, മഹ്ശറയെ പറ്റി പറയുമ്പോൾ ഞാൻ കരയുന്നില്ല. കാരണം എന്തെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പരിശുദ്ധമാക്കപ്പെട്ട മഹ്ശറ ലോകത്തിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ കൂടാനുകൂടി ജനങ്ങൾ ഉണ്ടാകുമല്ലോ. അതുപോലെ തന്നെ നരകത്തിലേക്ക് കൊണ്ടുവന്നാൽ അവിടെയും എത്രയോ കൂട്ടുകാരുണ്ടാകും. പക്ഷേ മണ്ണറയുടെ അകത്തളത്ത് വെച്ചാൽ, ഖബറിന്റെ ഉൾഭാഗത്ത് വെച്ചാൽ സുബ്ഹാനല്ലാഹ് അവിടെ ആരുമില്ലല്ലോ തങ്ങളെ, ആരുമില്ലല്ലോ മുത്തുനബിയെ, ഞാൻ ഒറ്റക്കാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തങ്ങളും പോലും പൊട്ടിക്കരഞ്ഞതാണെങ്കിൽ ആ ഖബറിന്റെ ഭയാനകതയെ പറ്റി ലോകത്തിന്റെ നായകൻ ഹബീബുനാ ത്വാഹാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സുബ്ഹാനല്ലാഹ്. അങ്ങനെ മയ്യത്തും കൊണ്ടുവന്നുകൊണ്ട് നിന്റെ വീട്ടിന്റെ കത്തളത്തിൽ കിടത്തപ്പെടുമ്പോ മയ്യത്തും കൊണ്ടുവന്ന് ഖബറിന്റെ കുഴിമാടത്തിനകത്തളത്ത് വെക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, രാത്രിയും പകലും മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ, രാത്രിയും പകലും പ്രിയപ്പെട്ട കുടുംബക്കാർക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരെ, ദീനിന്റെ കാര്യങ്ങളൊന്നും നോക്കാറ്, ദീനിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറ്, നിസ്കാരത്തിന്റെ കാര്യങ്ങളും ശ്രദ്ധിക്കാറ്, അതിപ്രഭാതത്തിൽ എഴുന്നേറ്റുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയവിയായ താല്പര്യങ്ങൾക്ക് ഓടിയവരുണ്ടല്ലോ, നിസ്കരിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവനുണ്ടല്ലോ, കോടാനുകോടി സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു വെച്ചവനുണ്ടല്ലോ. അവസാനമായി നിന്റെ മക്കൾക്ക് നൽകുന്ന, നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിനക്ക് നൽകുന്ന സമ്മാനം ഏതെന്നറിയോ? ലോകത്തിന്റെ നായകനെ പറയുകയാണ്, ഇദാ മാത ഇൻസാൻ, ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും അവന്റെ എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇല്ലാ മിൻ സലാത്ത്, മൂന്ന് കാര്യങ്ങൾ ഒഴിച്ചുകൊണ്ട് അവന്റെ എല്ലാ ബാക്കി സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതിൽ പെട്ട ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? സദഖത്തുൻ ജാരിയ, സ്വതക്ക. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികള്
പ്രിയപ്പെട്ട സ്ത്രീകളുടെ ഭാഗത്തില് കേട്ടയച്ചപ്പോൾ നല്ല മനസ്സോട് കൂടെ തന്നെ സംഖ്യ സമർപ്പിച്ച നല്ലവരായ ഉമ്മമാരെ നിങ്ങളെ ഭാഗ്യവാന്മാരാ. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുന്നു, ഒരു പ്രിയപ്പെട്ട ഉമ്മയോ ഒരു പ്രിയപ്പെട്ട പെങ്ങളെയോ ചെറുപ്പക്കാരനെയോ ഒരു സഹോദരനെയോ കുഴിമാടത്തിനകത്തളത്ത് വെച്ചാൽ അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതാ. ഇല്ലാമിൻ സലാസ്, മൂന്നേ കാര്യങ്ങൾ ഒഴികെ. അതിൽപ്പെട്ട ഒന്നാണ് സദഖത്തുൻ ജാരിയ. നീ പള്ളി കൊടുത്ത സദഖയുണ്ടല്ലോ, മക്കാമിനെ കൊടുത്ത സദഖയുണ്ടല്ലോ, പാവപ്പെട്ടവരെ സഹായിച്ച പണങ്ങളുണ്ടല്ലോ, അത് നിന്റെ ഖബറിലേക്ക് തണലായി വരുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വാലിഹായ മോനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വാലിഹായ ഒരു പൊന്നുമോൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ പൊന്നുമക്കളെ നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുങ്ങിയത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 2 ദുആയിനെങ്കിലും ഉസ്താദിന്റെ ദുആയിൽ ഇരുന്നു കൊണ്ട് ആമീൻ പറയുന്ന ഒരു മോനുണ്ടെങ്കിൽ അത്രയും വലിയ ഭാഗ്യം ചെയ്ത ഉമ്മ ലോകത്തിലില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വലിയൊരു ഭാഗ്യമാണത്. അതുപോലും ഇരിക്കാത്ത എത്രയോ മക്കളില്ലേ? 2 ദുആയിലും പോലും ആമീൻ പറയാൻ മനസ്സ് കാണിക്കാത്ത എത്രയോ സഹോദരങ്ങളില്ലേ? നിസ്കാരം കഴിഞ്ഞ ഉടൻ എഴുന്നേറ്റ് പോകുന്ന എത്രയോ മക്കളുണ്ട്. അതുകൊണ്ടാണ് ദീനിന്റെ ചിട്ടയിലൂടെ മക്കളെ വളർത്തണമെന്ന് പറയുന്നത്. അള്ളാഹു നമ്മൾ തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഔ ഇൽമു യുന്തഫഉ ബിഹി, അവന് പഠിച്ച ഇൽമാണ്, അവൻ പഠിച്ച വിജ്ഞാനമാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ കേട്ട പ്രഭാഷണത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സൃഷ്ടിച്ചാൽ ലോകത്തിന്റെ നായകനെ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഭൂമോദര തലങ്ങളിലും അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ആഖിറമായ ലോകത്തിലും ആ ഉമ്മയാണ്, ആ ഉപ്പയാണ് വലിയ ഭാഗ്യക്കാരനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ കത്തളത്തിൽ നിന്ന് കടത്തിയാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ നിനക്ക് നൽകുന്ന 3 സമ്മാനങ്ങളുടെ നിന്നറിയോ? 3 പിടി മണ്ണ് മാത്രമാണ്. 2 കൈകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി പ്രിയപ്പെട്ട പൊന്നുമോനെ മണ്ണ് സമർപ്പിക്കുകയാണ്. മിൻഹാ ഖലഖനാകും, രണ്ടാമത്തെ മണ്ണ് പിടിയിടുമ്പോൾ വഫീഹാ നുഈദുകും, മൂന്നാമത്തെ പിടി മണ്ണിടുമ്പോൾ അവന് പറയുന്നു മിൻഹാ നുഖ്രിജുകും താരതൻ ഖുറാ, മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടക്കുന്നു നിന്നെ, ആ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. അതിന്റെ അർത്ഥമാണ് മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് ഉമ്മ നിങ്ങളെ പടച്ചത്. വഫീഹാ നുഈദുകും, ഈ മണ്ണിൽ നിന്നാണ് ഉമ്മ നിങ്ങളെ മടക്കപ്പെടുന്നത്. വമിൻഹാ നുഖ്രിജുകും താരതൻ ഖുറാ, മൂന്നാമതായി കുഴിമാടത്തിൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നത് ഈ മണ്ണിൽ നിന്നാണ് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഴിമാടത്തിലേക്ക് മണ്ണിട്ട് കൊടുക്കണമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ മണ്ണെല്ലാം വാരിക്കൂട്ടിക്കൊണ്ട് ഖബറിന്റെ 2 ഭാഗങ്ങളിലേക്ക് കല്ല് വെച്ച് കഴിഞ്ഞാൽ നീ കടന്നു പോകുന്നത് 4ാമത്തെ ലോകമാണ്. ഇരിയാട മണ്ണറയുടെ മഹാത്ഭുതം, ഇരിയാട മണ്ണറയുടെ ചരിത്രങ്ങൾ കേൾക്കേണ്ടതിന്റെ പെങ്ങളെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നല്ല ഒരു പൊന്നുമോനുണ്ടെങ്കിൽ, നല്ല ഒരു പൊന്നുമോളുണ്ടെങ്കിൽ ആ ഖബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് യാസീൻ ഓതുന്ന എത്രയോ പൊന്നുമക്കളുണ്ട്. ഹാഫിളീങ്ങളായ പൊന്നുമക്കളുണ്ട്, ആലിമീങ്ങളായ പൊന്നുമക്കളുണ്ട്. ദീനിന്റെ ബോധമില്ലാത്ത ഏതെങ്കിലും പാതിരായാമങ്ങളിൽ അങ്ങാടിയുടെ തന്നെ ഇരുന്നുകൊണ്ട് മുജാഹിദുകാരന്റെ കൂടെയോ സലഫിക്കാരന്റെ കൂടെയോ ജമാഅത്തുകാരന്റെ കൂടെയോ ഇരുന്നുകൊണ്ട് തോന്നിവാസങ്ങളെ പറഞ്ഞുകൊണ്ട് തോന്നി വേറെ പോലെ ദീനിനെ മാറ്റിമറിച്ചവര്, തൽക്കീന് വേണ്ട എന്ന് പറഞ്ഞവര്, തദ്ബീഹ് വേണ്ട എന്ന് പറഞ്ഞവര് നിന്റെ ഖബറിന്റെ മുമ്പിൽ ഒരു യാസീൻ ഓതാൻ നിൽക്കില്ല പൊന്നുമോളെ. അപ്പോഴാണ് നീ ഖബറിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ
അങ്ങനെ കബറിന്റെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുപിരിഞ്ഞാൽ, ചെറുപ്പക്കാരാ കേട്ടോ പൊന്നുമോനെ, മനസ്സിരുത്ത് കേട്ടോ പൊന്നുമോനെ, എല്ലാവരും കബറിന്റെ ചുറ്റു പരിസരങ്ങളിൽ നിന്ന് ദൂരെ നിന്നാൽ ആദ്യമായൊരു കൂട്ടുകാരൻ കടന്നു വരികയാ, ഒരു കൂട്ടുകാരൻ കടന്നു വരികയാ. പൊന്നുമോളെ, ഇന്നത്തെ പ്രഭാഷണത്തോട് കൂടെ ആ കൂട്ടുകാരനെ സമ്പാദിക്കണേ. പണം കൊടുക്കണ്ട, പ്രയാസപ്പെടണ്ട, ബുദ്ധിമുട്ടണ്ട. ആ കൂട്ടുകാരൻ ഏതെന്നറിയോ? കബറിന്റെ കത്തളത്ത് നിന്നെ കൊണ്ടുവച്ചാൽ, എല്ലാവരും വിട്ടുപിരിഞ്ഞാൽ നിന്റെ വലതു ഭാഗത്തിന്റെ തുടയിലേക്ക് തട്ടിക്കൊണ്ട് പറയും, എനിക്ക് പൊന്നുപോലെ എഴുന്നേൽക്കടാ, എഴുന്നേൽക്കടാ. ആ സമയത്തിൽ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ചോദിക്കും, എന്താ നീ ആരാണ്, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യനെ ചോദിക്കും, എന്റെ മക്കൾ എവിടെയാ, എന്റെ ഭാര്യ എവിടെയാ, എന്റെ ഉപ്പ എവിടെയാ, എന്റെ ഉമ്മ എവിടെയാ, എന്റെ കൂട്ടുകുടുംബാദികൾ എവിടെയാ? ആ സമയത്തിൽ ആ കൂട്ടുകാരനെ പറയും, എല്ലാവരൊന്നുമില്ല, അവരെല്ലാവരും വിട്ടുപിരിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു മയ്യത്തിനെ കബറിന്റെ കത്തളത്ത് കൊണ്ടുവച്ചാൽ ആ മയ്യത്തിന്റെ കൂടെ, മയ്യത്ത് കട്ടിലിന്റെ കൂടെ പോകുന്നത് 3 കാര്യങ്ങളാ. രണ്ട് കാര്യങ്ങൾ മടങ്ങി പോകുമ്പോ ആ ബാക്കിയാകുന്ന ഒന്നാണ് നിന്റെ അമലുകളെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ കൂട്ടുകാരൻ വളരെ തുടയിലേക്ക് തട്ടിക്കൊണ്ട് പറയും, എഴുന്നേൽക്കടാ. ആ സമയത്തിൽ ഈ മനുഷ്യൻ ചോദിക്കും, നീ ആരാണ്, നീ ആരാണ്? ആ സമയത്തിൽ പറയും, അന അമലുക സ്വാലിഹ്. ഇത് കബറിന്റെ ഉൾഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാ. നീ പറയും, പൊന്നുമോളെ, ഒരു ഖബർ എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം കാണുന്ന മനുഷ്യനെ പോലെയാണ്. ഒരു ഖബർ എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. ഒരു മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുന്നു, അവൻ എത്രയോ സ്വപ്നങ്ങൾ കാണുന്നു. പക്ഷേ നമ്മൾ കാണുന്നവനെ ഉറങ്ങിയവനെ പോലെയാ. അവൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു. അവന് ബോബിക്കാനയിലൂടെ നടക്കുന്നു, അവൻ ക്രിക്കറ്റ് കളിക്കുന്നു, അവന് വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നു. സ്വപ്നം കാണും പോലെയാ. നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു മണ്ണ് വിരിച്ചു വിട്ടുകൊണ്ട് അതിന്റെ മുകൾ ഭാഗത്തിൽ 2 കല്ലുകൾ മാത്രം കാണുന്നു. പക്ഷേ അതിന്റെ ഉൾഭാഗം നടക്കുന്ന അത്ഭുതങ്ങൾ അറിയോ? അപ്പോൾ ചോദിക്കൂ, നീ ആരാണ്, നീ ആരാണ്? ഞാൻ നീ ഓതിയ ഖുർആനിന്റെ ഓരോ വരികളാണെന്ന് അവനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ കൂട്ടുകാരൻ പറയും, നീ ഓതിയ ഖുർആനാണ് ഞാൻ. അതുകൊണ്ടാണ് എന്റെ പെങ്ങള് മഗ്‌രിബ് ഇശാഇന്റെ ഇടയില് ചന്ദനമണിയുടെ മുമ്പില്, കറുത്ത മുത്തിന്റെ മുമ്പില്, പരസ്പരത്തിന്റെ മുമ്പില് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അടിമകളാകാൻ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ വാഖിയ ബോധമോ, സൂറത്തുൽ മുൽക്ക് ബോധമോ, സൂറത്ത് യാസീൻ ബോധമോ, സൂറത്തുൽ ഫാത്തിഹ ബോധമോ? ഖുർആൻ അറിയാത്ത ഉമ്മ, നിനക്കും സൗഭാഗ്യമുണ്ട് ഉമ്മ. ഉസ്താദ് ചില ഉമ്മമാർ പറയും, ഉസ്താദേ ഖുർആനിന്റെ ഒരു വരികളും പോലും എനിക്കറിയില്ല, ഖുർആനിന്റെ ഒരു അക്ഷരങ്ങളും പോലും എനിക്കറിയില്ല. പക്ഷേ ലോകത്തിന്റെ നായകനെ പഠിപ്പിക്കുന്നു, ഒരു 3 സാധനങ്ങള്, ഒരു 3 കാര്യങ്ങൾ ഒരാളെ നോക്കി വെച്ചാൽ അതിന്റെ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമതായി ഏതെന്നറിയോ? ഉമ്മയുടെ മുഖമാണ്, ഉമ്മയുടെ മുഖമാണ്. ഉമ്മയുടെ മുഖം നോക്കിയാൽ അതിന് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി കഅബാലയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കഅബയെ നോക്കി നിന്നാൽ കൂലിയാ. മൂന്നാമത്തെ കാര്യമേരെന്നറിയോ? ഖുർആൻ അറിയാത്ത ഉപ്പ, ഖുർആൻ ഓതാൻ അറിയാത്ത ഉമ്മ. നിന്റെ വീട്ടിന്റെ കത്തളത്തുള്ള പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ ഒന്ന് നീ എടുത്തു നോക്കിയാൽ, വുളൂ ചെയ്തുകൊണ്ടൊന്ന് എടുത്തു നോക്കിയാൽ, അതിന്റെ ഓരോ വരികൾ നീ വരിച്ചു നോക്കിയാൽ അതിന്റെ ഖുർആൻ ഓതിയതിന്റെ കൂലിയുണ്ടെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ നീ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ മണ്ണറയുടെ അകത്തളത്തിലതാ ഒരു കൂട്ടുകാരന് കടന്നു വരികയാണ്. ആ കൂട്ടുകാരനെ പറയുന്നു, നിന്നെ സഹായിക്കാൻ നിന്റെ മക്കൾ
മക്കളില്ല, നിന്റെ ഭാര്യയില്ല, നിന്റെ കൂട്ടുകുടുംബാദികളില്ല, നിന്റെ ഉപ്പയില്ല, നിന്റെ ഉമ്മയില്ല, ഞാനുണ്ട്. നീ മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ വാക്കിയ സൂറത്ത് ഓതിയിട്ടുണ്ടല്ലോ, ആ വാക്കിയാണ് ഞാൻ. നീ മുൽക്ക് സൂറത്ത് ഓതിയിട്ടുണ്ടല്ലോ, ആ മുൽക്ക് സൂറത്താണ് ഞാൻ. നീ യാസീൻ ഓതിയിട്ടുണ്ടല്ലോ, ആ യാസീനാണെന്ന് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ബോഡി ഗാർഡ് പോലെ അവന് വേണ്ടി കാവൽ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ യഥാ അവൻ എഴുതിയിൽ നിൽക്കുന്ന സമയത്തില് ഒരു മലക്ക് കടന്നു വരികയാണ്. ആരെന്നറിയോ? ഇസ്മു റൗമാൻ. ആ മലക്കിന്റെ പേരാണ് റൗമാൻ. നമ്മളൊക്കെ കേട്ടത് മുൻകർ നകീർ എന്നുള്ള മാലാഖമാരെ മാത്രമാ. പക്ഷേ ആ മുൻകർ നകീർ വരുന്നതിന് മുമ്പ് നിന്റെ ഖബറിന്റെ കുഴിമാടത്തിലേക്ക് വരുന്ന ഒരു മലക്കുണ്ട്. ആ മലക്ക് ഏതെന്നറിയോ? റൗമാൻ. എന്നിട്ടോ ആ ഖബറിന്റെ കുഴിമാടത്തിനകത്തളത്ത് വന്നുകൊണ്ട് ആ മനുഷ്യനോട് പറയുകയാണ്, ഉക്തുബ് അമലക, ഉക്തുബ് അമലക, നിന്റെ അമലുകൾ എഴുതി വെക്കടാ, നിന്റെ അമലുകൾ എഴുതി വെക്കടാ. ആ സമയത്തിൽ ആ മനുഷ്യനെ പറയുകയാണ്, എന്റെ കയ്യിൽ കടലാസില്ലല്ലോ, എന്റെ കയ്യിൽ പെന്നുകളില്ല, എന്റെ കയ്യിൽ കടലാസുകളില്ല, എന്റെ കയ്യിൽ മഷികളില്ല, ഞാൻ എങ്ങനെയാണ് എഴുതുക? ആ റൗമാൻ എന്ന മലക്ക് പറയുന്നു, നിന്റെ എല്ലാ സൽക്കർമ്മങ്ങളും എഴുതി വെക്കണം. ഭൂമോദര തലങ്ങളിൽ ചെയ്തു വെച്ചതായ എല്ലാ തിന്മ പ്രവർത്തനങ്ങള്, എല്ലാ നല്ല പ്രവർത്തനങ്ങൾ എഴുതി വെക്കടാ. ആ സമയത്തിൽ പറയും, കടലാസില്ല, പെണ്ണുകളില്ല, കടലാസില്ല, പെണ്ണുകളില്ല, മഷികളില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് റൗമാൻ എന്ന മലക്ക് പറയുന്നു, കലമുഖ, നിന്റെ കൈവിരലാണ് നിന്റെ പേന, നിന്റെ മഷിയാണ് നിന്റെ നാവിലുള്ള ഉമനീർ. നിന്റെ കഫൻ പുടവയുടെ വസ്ത്രം കീറിക്കൊണ്ട് അതിൽ നിന്റെ എല്ലാ സൽക്കർമ്മങ്ങളെയും എല്ലാ തിന്മകളെയും എഴുതി വെക്കണമെന്ന് ആ മനുഷ്യനോട് കൽപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നല്ല മനുഷ്യനാണെങ്കിൽ അവന്റെ എല്ലാ നല്ല കാര്യങ്ങളും എഴുതി വെക്കുന്നു. ചീത്തപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവന്റെ എല്ലാ ചീത്ത കാര്യങ്ങളും എഴുതി വെക്കുന്നു. എന്നിട്ടോ റൗമാൻ എന്ന മലക്കിന്റെ ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ട് പിന്നെ യഥാ രണ്ട് മലാഖമാർ കടന്നു വരികയാ. പാവിക്കര പള്ളിയിൽ 5 വക്ത് നിസ്കരിച്ച മനുഷ്യനാ. സുബഹി നിസ്കാരങ്ങൾക്ക് കോച്ചുള്ള തണുപ്പുകളും പോലും പോകാതെ ചുറ്റുപരിസരങ്ങളിൽ നിന്ന് വണ്ടിയിലൂടെയും നടന്നുകൊണ്ട് സുബഹി നിസ്കാരത്തിന്റെ വന്നവന്, പാവപ്പെട്ടവരെ സഹായം ചോദിച്ചപ്പോൾ അതിന് സഹായിച്ചവന്, പാവിക്കര ഔലിയാക്കളുടെ ഉറൂസ് നടക്കുമ്പോൾ മനസ്സുകൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ട് സഹകരിച്ചവന്, ഔലിയാക്കളെ സ്നേഹിച്ചവന്, അവനൊക്കെ എല്ലാം എഴുതി വെച്ചുള്ള എല്ലാ സൽക്കർമ്മങ്ങളുണ്ടല്ലോ. 2 മാലാഖമാർ കടന്നു വരികയാണ്. എന്തോ ഒരു ഗന്ധമാണ്, സുബ്ഹാനല്ലാഹ്, കസ്തൂരിയേക്കാൾ ഗന്ധമുള്ള സുന്ദരമായ മന്ദസ്മിതമായ മുഖത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട്, അസ്സലാമു അലൈക്കും യാ അഖീ, പൊന്നു സഹോദര, അല്ലാഹുവിന്റെ രക്ഷ നിന്റെ മേലിൽ ഉണ്ടാകട്ടടാ. ഇത് ഖബറിന്റെ അകത്തളത്ത് മരണപ്പെട്ടു പോയ നിന്റെ ഉപ്പയുണ്ടല്ലോ, നിന്റെ ഉമ്മയുണ്ടല്ലോ, അവർക്ക് ഓരോരുത്തർക്കും നടന്ന സംഭവങ്ങളാ. അവർ ഇന്ന് പോലും ഈ വിനീതന്റെ ശബ്ദങ്ങളെ കേൾക്കുന്നുണ്ട്. അവർക്കറിയാം ഈ അനുഭവങ്ങൾ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. ആ ഖബറിന്റെ അഗാധഗർത്തങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങൾ ഇന്നുണ്ട്. ഖബറിന്റെ ഉൾഭാഗത്തില് സ്വർഗീയ കവാടം തുറന്ന് വെച്ച് എത്രയോ ഉമ്മമാർ ഇന്ന് ആ ഖബറിന്റെ അകത്തളത്തുണ്ട്. സുബ്ഹാനല്ലാഹ്, മുൻകർ നകീർ വന്ന് ചോദിക്കുകയാണ്, മർറബ്ബുക, ആരാണടാ നിന്റെ റബ്ബ്? ആ സമയത്തിൽ നല്ല മനസ്സോടെ പുഞ്ചിരിച്ചവനെ പറയുന്നു, റബ്ബി അല്ലാഹ്, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ്. വമൻ നബിയുക, നിന്റെ നബി ആരാണ്? നിന്റെ നബി ആരാണ്? ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് മുൻകർ നകീർ എന്നുള്ള മാലാഖ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, മാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യനുണ്ടല്ലോ, ഇയാളെ നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനെ പുഞ്ചിരിയോടെ പറയുന്നു, ഹുവ നബീ വസയ്യിദീ, ഇതെന്റെ
ഇതിന്റെ ഹബീബാണ്, ഇതിന്റെ പ്രവാചകനാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ദൗത്യവുമായി കടന്നു വന്ന ലോകത്തിന്റെ നായകനാണ്, മദീനയുടെ മണവാളനാണെന്ന് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ ചോദിക്കുന്നു, നിന്റെ ഇമാമാരാ? ആ സമയത്തിൽ അവനെ പറയുന്നു, അൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമ ഖുർആനാണ്, ഖുർആനാണ്. ഇതാർക്കാ? നിസ്കരിച്ചവനിക്കാ, സൽക്കർമ്മങ്ങൾ ചെയ്തവനിക്കാ. എന്റെ പൊന്നുപെങ്ങളെ, ഈ പാതിരായാമങ്ങളിൽ വിരീതന്റെ ശബ്ദങ്ങളെ കേട്ടുകൊണ്ട് ഈ പാതിരായാമങ്ങളിൽ നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ ളുഹുറിന്റെ മുമ്പ് നിന്നെ ഖബറടക്കുമല്ലോ, എന്നെയും ഖബറടക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്, എനിക്കും നിനക്കും സംഭവിക്കാൻ പോകുന്ന ഓരോ സംഭവങ്ങളാ. ഈ പറയും ചില ആളുകളെ പറയാറുണ്ട്, ഞാനതിന് ദുനിയാവിൽ ശരിക്കും പഠിച്ചു പോകാമെന്ന്. പക്ഷേ നീ എത്ര രീതിയിൽ ഏതെല്ലാം രീതിയിൽ നിന്റെ ബൈഹാട്ടാക്കിയാലും ഏതെല്ലാം രീതിയിൽ നീ പഠിച്ചു കഴിഞ്ഞാലും പൊന്നുമോളെ, അവിടെ നിനക്ക് ഈമാനുള്ളവരാണെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്തവളാണെങ്കിൽ മാത്രമേ നിനക്ക് പറയാൻ കിട്ടുകയുള്ളൂ. ഇവിടെ ഖുർആനൊന്നും ഓതാത്ത, സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാത്ത, അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കിയവനല്ല, അവനോട് ചോദിക്കുകയാണ്, അവൻ റബ്ബുക, ആരാണടാ നിന്റെ റബ്ബ്? ആ സമയത്തിൽ അവനെ പറയുന്നു, എനിക്കറിയില്ലേ, എനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ്, മുൻകർ നകീർ അലൈഹി സ്വലാത്തു വസ്സലാം തണ്ടുകൊണ്ട് അവന്റെ തലയിലേക്ക് അടുത്തടിക്കുകയാണ്. ആ സമയത്തിൽ അവനെ പൊട്ടിക്കറിയുന്നു. ഈ ഭൂമിയുടെ അഗാധ ഗർത്തത്തിനകത്തളത്തിലേക്ക് അട്ടഹസിച്ചുകൊണ്ട് അവൻ ആണ്ടുപോയാൽ വീണ്ടും ഉയർന്നു വരുന്നു. അവനോട് ചോദിക്കുന്നു, വമൻ നബിയുക, ആരാണടാ നിന്റെ നബി, ആരാണടാ? ആ സമയത്തിൽ അവൻ പറയും, എനിക്കറിയില്ലേ, എനിക്കറിയില്ലേ, എന്നോട് ചോദിക്കല്ല എന്ന് അവിടെ നിന്ന് ആർത്തടിച്ചുകൊണ്ട് അട്ടഹാസിച്ച് പറയുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ അവൻ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അവൻ എഴുതിയ കടലാസുകളുണ്ടല്ലോ, അതിനെയും പിടിച്ചുകൊണ്ട് മുൻകർ നകീർ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അരികിൽ പറയുന്നു, റബ്ബേ, ഭാവിക്കരയിൽ ഇന്നാൽ എന്ന മനുഷ്യനെ മരണപ്പെട്ടവനാ, അവൻ നിസ്കരിച്ചവനല്ല, നോമ്പ് നോറ്റവനല്ല, സൽക്കർമ്മങ്ങൾ ചെയ്തവനല്ല, തലയുടെ മുടി കറുപ്പിച്ചപ്പോൾ വെളുപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിനെയൊന്നും വില വെച്ചവനല്ല, മഹാന്മാരായ ഔലിയാക്കളെ ആദരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെയൊന്നും വില വെച്ചവനല്ല, അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയവനല്ല. അതുകൊണ്ട് റബ്ബേ, എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയാണ്, അവന്റെ ഖബറിലേക്ക് നരകത്തിന്റെ കവാടം നിങ്ങൾ തുറന്നു കൊടുക്കുക എന്ന് ആ മുൻകർ നകീർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ പിന്നെയോ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഊത്തുവരേക്കും ആ ഖബറിന്റെ അഗാധ ഗർത്തങ്ങളിൽ നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ വിളിയാളമെത്തിയാൽ സുബ്ഹാനല്ലാഹ് ആ ഖബറിന്റെ ഉൾഭാഗത്തിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട മഹ്ശറ എന്ന ലോകത്തിലേക്ക് കടന്നു പോകുന്ന 12 വിഭാഗങ്ങൾ അതിനെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് താൽക്കാലികമായി വിടവാങ്ങുകയാണ്. അല്ലാഹു റബ്ബുൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 12 വിഭാഗങ്ങളിൽ നിന്ന് 11 വിഭാഗങ്ങളിലും പെടാതെ അവസാനമായി പറയുന്നൊരു വിഭാഗമുണ്ട്.
ആ വിഭാഗത്തിൽ പെട്ടുകൊണ്ടായിരിക്കണം ഈ പരിശുദ്ധ സദസ്സിൽ നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുന്നു, യുഹ്ശറൂന മിൻ ഖുബൂരിഹിം ലൈസ ലഹും യദാനി വലാ റിജലാൻ. ഖബറിന്റെ അഗാധഗർത്തങ്ങളിൽ നിന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊതുമ്പോൾ സുബ്ഹാനല്ലാഹ് അവർ ഖബറിന്റെ ഉൾഭാഗത്ത് എഴുന്നേറ്റ് വരുന്നത് ലൈസ ലഹും യദാനി വലാ റിജലാൻ. അവർ രണ്ട് കാലുകളില്ല, രണ്ട് കൈകളില്ല, രണ്ട് കാലുകളില്ല, രണ്ട് കരങ്ങളില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിനോട് സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, ഭൂബോധനങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടിയോ, രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയോ, സംഘടനക്കാർക്ക് വേണ്ടിയോ തന്റെ കൈകാലുകൾ നഷ്ടപ്പെടുത്തിയവനാണോ, അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെട്ടത് കൊണ്ട് കൈകാലുകൾ നഷ്ടപ്പെട്ടവനാണോ, അല്ലെങ്കിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ അംഗവൈകല്യങ്ങളെ കൊണ്ട് ജീവിച്ചവരാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുന്നു, ജനിക്കുമ്പോൾ അവനിക്ക് രണ്ട് കാലുകളുണ്ട്, രണ്ട് കരങ്ങളുണ്ട്, പക്ഷേ മരിക്കുന്ന വേളയിൽ അവനിക്ക് രണ്ട് കാലുകൾ ഉണ്ടായിരുന്നു, രണ്ട് കരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഖബറിന്റെ ഉൾഭാഗത്ത് എഴുന്നേൽക്കുമ്പോൾ മഹ്ശറ എന്നുള്ള ലോകത്തിലേക്ക് അവന് കടന്നു വരുമ്പോൾ രണ്ട് കൈകാലുകൾ നഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ പെങ്ങളെ മനസ്സിരുത്തി കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഹൗലാഇൽ ലദീന യുദൂനൽ ജീറാൻ. അവർ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരാ, അയൽവാസികളെ വേദനിപ്പിച്ചവരാ, അയൽവാസികളെ വിഷമിപ്പിച്ചവരാ. ആരാണ് എന്റെ പെങ്ങളെ നിന്റെ അയൽവാസികൾ ആരാ? ഏറ്റവും കൂടുതൽ ഫസാദ് പറയുകയോ ഫിത്ന പറയുകയും ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണല്ലോ. ലോകത്തിന്റെ നായകനെ പറഞ്ഞതെന്താ? മിഅ്റാജിന്റെ പരിശുദ്ധ രാത്രിയിൽ കടന്നു പോകുന്ന സമയത്തില് നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് പെണ്ണുങ്ങളെയാ. കാരണം എന്തെന്നറിയോ? തുക്സിർനൽ ലഅന വതക്ഫുർനൽ നശീറാ. എന്റെ ഭാവിക്കരയിലെ പെങ്ങള്, ഈ രണ്ട് സ്വഭാവം നിന്നിലുണ്ടോ? നീ ഹജ്ജുമ്മയാണെങ്കില്, നീ ഹജ്ജ് ചെയ്തപ്പോഴാണെങ്കില്, നീ ഉംറ ചെയ്തപ്പോഴാണെങ്കില്, എല്ലാ സമയങ്ങളിലും ഖമീസ് ഇട്ടുകൊണ്ട് വീട്ടിന്റെ കത്തളത്തിരുന്നു കൊണ്ട് ദിക്റ് പറഞ്ഞവളാണെങ്കില്, നിസ്കരിച്ചവളാണെങ്കില്, പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തവളാണെങ്കില്, ഈ രണ്ട് സ്വഭാവം നിന്നിലുണ്ടെങ്കിൽ നിന്റെ നിസ്കാരങ്ങളല്ല, ഹജ്ജുകളല്ല, സൽക്കർമ്മങ്ങളല്ല, എല്ലാം തള്ളപ്പെടുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? തുക്സിർനൽ ലഅന. ശാപം അധികരിപ്പിക്കുന്നവളാ, അല്ലെ? ശാപം അധികരിപ്പിക്കുന്നവളാ. ആണുങ്ങളെക്കാളും കൂടുതൽ ശാപം വെക്കുന്നത് പെണ്ണുങ്ങളാ. മക്കൾ എന്തെങ്കിലും കുരുത്തക്കേടാക്കിയാൽ മക്കളോട് പറയും, നീ മുടിഞ്ഞു പോകടാ, നീ മുടിഞ്ഞു പോകടാ, നീ ഒരിക്കലും പോലും ഗുണം പിടിക്കില്ലടാ, നീ ഒരിക്കലും പോലും നന്നാകില്ലടാ എന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് ആരാ? ഉപ്പമാരെക്കാളും കൂടുതൽ പറയുന്നത് അത് ഉമ്മമാരാണ്, ഉമ്മമാരാണ്. ഒരു വീട്ടിന്റെ കത്തളത്ത് കോഴി വന്നാൽ കോഴിക്ക് ബുദ്ധിയുണ്ടോ? ആ കോഴിക്ക് എത്ര ശാപം വെക്കും പെങ്ങളെ? നിന്റെ പറമ്പിലേക്ക് ഒരു ആട് കടന്നു വന്നാൽ ആ ആടിന് നീ എത്ര ശാപം വെക്കുമോ? ഏറ്റവും കൂടുതൽ ശാപങ്ങൾ അധികരിപ്പിച്ച കാരണം കൊണ്ട് നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് അത് പെണ്ണുങ്ങളായിരിക്കും എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ സ്വഭാവം, നിന്റെ സ്വഭാവം എന്തെന്നറിയോ? വതക്ഫുർനൽ അശീറാ. നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നന്ദി കേട് കാണിക്കുന്നവളാ, അല്ലെ? ചെറിയ പെരുന്നാളിന് ഒരു വസ്ത്രങ്ങളെ കൊണ്ടുവന്നോ, ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു സാരിയോ നിനക്ക് കൊണ്ടുവന്നോ, നിനക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല, പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയാം, നിങ്ങൾ എപ്പോൾ നോക്കിയാൽ ഇങ്ങനെ തന്നെയാ, നിങ്ങൾ എപ്പോൾ നോക്കിയാൽ ഇങ്ങനെ തന്നെയാ. കല്യാണം കഴിഞ്ഞിട്ട് 10-20 കൊല്ലമായിരിക്കും, ഭർത്താവിനോടൊരു നന്ദി പോലും കാണിക്കൂല. ഭർത്താവിനെ ഒരു ദുഃഖം വന്നാൽ സമാശ്വസിപ്പിക്കാത്ത പെണ്ണാണ്. അതിന്റെ കാരണം കൊണ്ടാ നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായതാണെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് കൈകാലുകൾ നഷ്ടപ്പെട്ട് വരുന്നവരാരെന്നറിയോ? അയൽവാസികളുടെ ബഹുമാനാദരവുകളെ തിരിച്ചറിയാത്ത
ചെറുപ്പക്കാരാ, ഇന്ന് ഏറ്റവും കൂടുതൽ മാരണം ചെയ്യുന്നൊരു വില തന്നെയില്ല. സിഹ്ർ ചെയ്യാ, അല്ലെ? അയൽവാസികൾക്ക് സിഹ്ർ ചെയ്യാ, കൂട്ടുകുടുംബാദികൾക്ക് സിഹ്ർ ചെയ്യാ. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയില് മുസ്ലിം സമുദായം പോലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി ഏതോ അമുസ്ലിമിന്റെ കരങ്ങളിൽ നിന്ന് ഏതോ നൂലോ അല്ലെങ്കിൽ മന്ത്രത്തിന്റെ ഏതോ ചെരകള് കൊണ്ടുവന്നുകൊണ്ട് അയൽവാസിയായ സാധുക്കളുടെ വീട്ടിൽ കെട്ടിക്കൊണ്ട് പ്രിയപ്പെട്ട വീട്ടിലുള്ള ഗൃഹനാഥനെയും അതുപോലെ തന്നെ മക്കളെയും കൊല്ലുന്ന ഒരു അവസ്ഥയിലല്ലേ പെട്ടുപോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അയൽവാസികളെ വേദനിപ്പിക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബത്തോട് ആദരവ് കാണിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഖബറിൽ നിന്ന് വരുന്നത് അവർക്ക് രണ്ട് കൈകളില്ലാത്തവരായിട്ട്, കാലുകളില്ലാത്തവരായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട മഹ്ശറാലോകത്തിൽ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ വിഭാഗം എന്തെന്നറിയോ? യുശ്ശറൂന മിൻ ഖുബൂരിഹിം അലാ സൂറത്തിൽ ഖനാസീർ. പന്നിയുടെ കോലത്തിലാണ് അവർ കടന്നു വരുന്നത്. മഹ്ശറയിലേക്ക് അവർ കടന്നു വരുന്നത് പന്നിയുടെ ലോകത്തിലാ. അവരാരെന്നറിയോ? ഹൗലാഇല്ലദീന യതഹാബനൂന ബിസ്സലാ. നിസ്കാരങ്ങൾ നിസ്സാരമാക്കിയവരാ, നിസ്കരിക്കാത്തവരാ, നിസ്കാരമില്ലാത്ത കാരണം കൊണ്ടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, IPLന്റെ സീസൺ വന്നല്ലോ. മഗ്രിബ് മുതല് ഇശാ വരെ കാത്തിരുന്നുകൊണ്ട് ഇശാ നിസ്കരിക്കാതെ സുബഹി നിസ്കരിക്കാതെ പോത്തുപോലെ കിടന്നുറങ്ങുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട മണ്ണറയുടെ ഉൾഭാഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ നീ വരുന്നത് എങ്ങനെയെന്നറിയോ? പന്നിയുടെ കോലത്തിലായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുശ്ശറൂന മിൻ ഖുബൂരിഹിം വബുതൂലുഹും മിൻ ബിസ്റൽ ജിബാൽ. അവരുടെ പള്ളകള്, അവരുടെ ഉദരങ്ങള്, അവരുടെ വയറുകള് വലിയ പർവ്വതം പോലെയായിരിക്കും. പർവ്വതം പോലെയായ രീതിയിലാണ് അവർ കടന്നു വരുന്നത്. മംലൂഅത്തുൻ മിനൽ ഹയ്യാതി വൽ അഖാരിബി. ആ പള്ളിയുടെ ഉൾഭാഗത്തിൽ മുഴുവനും പാമ്പുകളാണ്, തേളുകളാണ്. ഫയുനാദിൽ മുനാദി മിൻ ഖബലിർ റഹ്മാൻ. ആ സമയത്തിൽ മഹാന്മാരായ സ്വഹാബാകൾ ചോദിച്ചു, ഇവരാരാണെന്ന് ചോദിക്കുമ്പോൾ ഹൗലാഇല്ലദീന യംനഊന സകാത. സകാത്ത് കൊടുക്കാത്തവരാണ്. പണങ്ങൾ ഉണ്ടായിട്ടും പോലും പാവപ്പെട്ടവർക്ക് കൊടുക്കാത്തവരാണ്. റമളാൻ മാസം മാത്രം വരുമ്പോൾ പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചു വരുത്തുകൊണ്ട് 5 കിലോ അരി കൊടുത്തവര് 1000 രൂപ കൊടുത്തുകൊണ്ട് ഇതിന്റെ സകാത്തിന്റെ പണമാണെന്ന് പറയുന്ന, പണത്തിന്റെ പവർ കാട്ടുന്ന, പണത്തിന്റെ കൊടിയന്മാരായ, പണത്തിന്റെ പത്രാസ് പറയുന്ന ചില പണക്കാരുണ്ട്. അവരിത് പഠിക്കണേ. അവർ ഖബറിന്റെ ഉൾഭാഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിലെത്തുന്നത് അവരുടെ വയറ് വലിയ പർവ്വതങ്ങളെ പോലെയാ. അതിന്റെ ഉൾഭാഗത്തിൽ മുഴുവനും പാമ്പുകളാണ്, തേളുകളാണെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. സകാത്തിന്റെ കണക്കുകളെ പഠിച്ചുകൊണ്ട് മൃഗങ്ങൾക്ക് എത്ര സകാത്താണുള്ളത്, പണത്തിന് എത്ര സകാത്താണുള്ളതെന്ന് കണക്ക് വെച്ചുകൊണ്ട് അതിന്റെ അവകാശികൾ കൊടുക്കൽ നിർബന്ധമെന്ന് ലോകത്തിന്റെ നായകൻ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? യുശ്ശറൂന മിൻ ഖുബൂരിഹിം യജ്രി മിൻ അഫ്വാഹിഹിം ഉദ്ദമ. ഖബറിന്റെ ഉൾഭാഗത്തിൽ നിന്ന് പരിശുദ്ധ പരമോന്നത കോടതിയിലെത്തുന്നത് അവരുടെ വായിൽ നിന്ന് മുഴുവനും രക്തങ്ങൾ ഒലിക്കുന്നു. രക്തങ്ങൾ ഇങ്ങനെ ഒലിച്ചുകൊണ്ട്, രക്തങ്ങളെ ഛർദ്ദിച്ചുകൊണ്ട് അള്ളാന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ അവർ എത്തുകയാണ്. മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചു, ആരാണ്? ഹൗലാഇല്ലദീന കദബൂ ഫിൽ ബൈഇ വശ്ശറാ. കച്ചവടത്തിൽ കളവ് പറഞ്ഞവരാണ്. കച്ചവടത്തിൽ കളവ് പറയാ. ഏറ്റവും കൂടുതൽ ഇന്ന് കച്ചവടത്തിൽ കളവ് പറയുന്നത് മൊബൈൽ ഷോപ്പുകാരായിരിക്കും, അല്ലെ? ഏതെങ്കിലും തിരൂരിന്റെ അല്ല മംഗലാപുരത്തുനിന്നോ ഏതെങ്കിലും മെമ്മോറി കാർഡ് ഒരു 100 രൂപക്ക് 150 രൂപ കൊടുത്തിട്ട് അവൻ പറയും 300 രൂപയാണെങ്കിൽ 400 രൂപയാണ്. ഇത്ര പണത്തിന് ഡബിൾ പൈസ കച്ചവടം ചെയ്യാ. അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർ രക്തം ഛർദ്ദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിലെത്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ.
നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കച്ചവടത്തിൽ ആരെയും തന്നെ തോൽപ്പിക്കാൻ പാടില്ല. അതിന്റെ വിലയുണ്ടെങ്കിൽ അതിന്റെ വിലയെ പറഞ്ഞു കൊടുത്ത് എനിക്കിതിൽ ഇത്ര ലാഭം വേണം എന്നാലേ തരൂ. അങ്ങനെ മാന്യമായ നിലക്ക് പറഞ്ഞുകൊണ്ടായിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഞ്ചാമത്തെ വിഭാഗം യശ്റൂന മിൻ ഖുബൂരിഹിം ഖദിൻ തഫഖൂ വഹും അൻതനു റാഹിയത്തിൻ മിനൽ ജീഫാ. ശവത്തിനേക്കാളും കൂടുതൽ സ്മെല്ല്, ശവത്തിനേക്കാളും കൂടുതൽ നാറ്റമുള്ളവരായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ അവർ എത്തുകയാണ്. അവരാരെന്നറിയോ? ഹൗലാഇല്ലദീന യക്തുമൂനൽ മആസിയ ഖൗഫൻ മിനന്നാസ്. ജനങ്ങളുടെ മുമ്പിൽ കാണാൻ വലിയ നല്ല സ്വാലിഹായ മനുഷ്യനാ, തലയും തൊപ്പി വെക്കുന്നു, വലിയ താടിയും നീട്ടി വെക്കുന്നു. പക്ഷേ ഒറ്റപ്പെട്ട സമയങ്ങളിൽ തോന്നിവാസങ്ങൾ ചെയ്യുന്നവനാണ്. ഇതൊക്കെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിരുത്തി കേൾക്കേണ്ട ഒരു കാര്യമാണ്. പല ചെറുപ്പക്കാർ താടി വെക്കുന്നു, തലയിൽ തൊപ്പി വെക്കുന്നു, സുന്നത്ത് ജമാഅത്തിന്റെ വേഷങ്ങൾ അണിയുന്നു. പക്ഷേ പാതിരായാമങ്ങളായാൽ വീട്ടിന്റെ ഡോറിന്റെ കുറ്റി മടിച്ചുകൊണ്ട് മൊബൈലിലൂടെ തോന്നിവാസങ്ങൾ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. രാത്രിയും പകലുകളും മുഴുവനും ഫിലിമുകൾ നോക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. അത്തരത്തിലുള്ള വിഭാഗങ്ങൾ ഖബറിന്റെ ഉൾഭാഗത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ എത്തുന്നത് എങ്ങനെയെന്നറിയോ? അവർ ശബത്തിനേക്കാളും കൂടുതൽ നാറ്റമുള്ളവരായിട്ടുണ്ട്. ഹബീബായ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ. ആറാമത്തെ വിഭാഗം ആരെന്നറിയോ? യുശ്റൂന മിൻ ഖുബൂരിഹിം മഖ്തൂൽ ഹലാഖി വൽ അഖ്ഫിയാ. അവനിക്ക് കഴുത്തുകളില്ല, പെരടികളില്ല. കഴുത്തുകളില്ലാത്തവനായിട്ട് അവന്റെ തലകളില്ല. തല ഛേദിക്കപ്പെട്ടവനായിട്ടാണ് പടച്ച തമ്പുരാന്റെ പരമോന്നത കോടതിയിൽ അവൻ എത്തുന്നത്. അവരാരെന്നറിയോ? ഹൗലാഇല്ലദീന യശ്ഹദൂന സൂറാ. കള്ളസാക്ഷി നിന്നവരാണ്, കള്ളസാക്ഷി നിന്നവരാണ്. ഇന്നൊക്കെ ദുനിയാവിന്റെ കോടതിയുണ്ടല്ലോ, രണ്ട് കോടതിയാണ്. ആഖിറത്തിന്റെ കോടതി, അത് പടച്ച തമ്പുരാന്റെ കോടതിയാണ്. പല കോടതികളുണ്ടല്ലോ. വക്കീലന്മാർ ഒരു പണത്തിന് വേണ്ടി എത്ര കളവുകൾ പറയുന്നു, പണത്തിന് വേണ്ടി എത്ര കളവുകൾ പറയുന്നു. ആ കളവ് പറഞ്ഞ കാരണം കൊണ്ട് തലയില്ലാത്തവനായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ അവന് കടന്നു വരുമെന്ന ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏഴാമത്തെ വിഭാഗം ആരെന്നറിയോ? യുശ്റൂന മിൻ ഖുബൂരിൻ ലൈസ ലഹും അൽസിനാ. സംസാരിക്കാനുള്ള നാവില്ലാത്തവരായിട്ട്, അവർക്ക് സംസാരിക്കാനുള്ള നാവില്ല. അവരാരെന്നറിയോ? ലോകത്തിന്റെ നായകനെ പഠിപ്പിക്കുന്നു. ഹൗലാഇല്ലദീന യംനഊന ശഹാദാ. ജീവിതത്തിൽ ഒരു സത്യം പോലും പറയാത്തവനാ, നല്ല കാര്യങ്ങൾ ഒന്നും പോലും ചെയ്യാത്തവനാ. അവന്റെ നാവിൽ ഒരു നല്ല കാര്യം പോലും ഒരിക്കലും പോലും ഉച്ചരിക്കാത്തവനാ. അതിന്റെ കാരണം കൊണ്ട് അവന് നാവില്ലാത്തവനായിട്ട് അള്ളാന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ കടന്നു വരുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. എട്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? യുശ്റൂന മിൻ ഖുബൂരിൻ നാകിസി റൂസിഹിം അർജുലിഹിം ഫൗഖ റൂസിഹിം. അവരുടെ കാലുകളെ മടക്കി പിടിച്ചുകൊണ്ട് കഴുത്തിന്റെ പെരടിയുടെ ഭാഗത്തിലായി കെട്ടിയിടപ്പെട്ടവരായിട്ട്, രണ്ട് കാലുകളെയും മുകൾ ഭാഗത്തിലേക്ക് കെട്ടി പെരടിയുടെ ഭാഗത്തിലേക്ക് തിരിച്ചു കെട്ടിക്കൊണ്ട് അള്ളാന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരാരെന്നറിയോ? ഹൗലാഇല്ലദീന കാനൂ യസ്നൂന തുമ്മ മാതൂ. വിഭജിച്ചവരാണ്, അന്യ പെണ്ണുമായി സല്ലപിച്ചവരാണ്, അന്യ പെണ്ണുമായി സല്ലപിച്ചവരാണ്. എന്റെ പ്രിയപ്പെട്ട പെണ്ണുമകളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങള്, മുഖത്തിലേക്ക് ഐസ്കാഫിടാതെ കൊണ്ട് നിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും തുറന്നു കാണിച്ചുകൊണ്ട്, നിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അന്യപുരുഷന്മാർക്ക് തുറന്നു കാണിച്ചുകൊണ്ട് മഹാന്മാരായ ബാബിക്കര ഔലിയാക്കളുടെ ഉറൂസിലേക്ക് നീ കടന്നു വന്നവളാണെങ്കിൽ അതിനും വ്യഭിചാരത്തിന്റെ കുറ്റമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നീ ഖബറിന്റെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന രംഗം എങ്ങനെയെന്നറിയോ? നിന്റെ രണ്ട് കാലുകളെ പെരടിയുടെ ഭാഗത്തിലേക്ക് കെട്ടിയിടപ്പെട്ടവളായിട്ട് സുബ്ഹാനല്ലാഹ്, ശരീരത്തിൽ യാതൊരു വസ്ത്രങ്ങളില്ല. ജനങ്ങളെല്ലാവരും നിന്നെ നോക്കുക, ജനങ്ങളെല്ലാവരും കണ്ട് അന്താളിക്കുകയാ. കാരണം എന്തെന്നറിയോ? ഇന്ന് 50 വയസ്സുള്ള 40 വയസ്സുള്ള 30 വയസ്സുള്ള പെങ്ങന്മാരെ പോലെ മുഖം മറക്കാതെ മടിയാ, കാല് മറക്കാതെ മടിയാ, കൈ മറക്കാതെ മടിയാ. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ചെത്തി പൊളിച്ച് നടക്കാതെ യാതൊരു മടിയില്ലാതെ നടക്കുന്ന പെങ്ങള്, നിന്റെ രണ്ട് കാലുകളെ ചുരുട്ടി കെട്ടിയിടപ്പെട്ട് അള്ളാന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ എത്തിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. 9ാമത്തെ വിഭാഗമാരെന്നറിയോ? യുഹ്ശറൂന മിൻ ഖുബൂരിഹിം സൂദുൽ നുജൂം സർഖുൽ ഉയൂൻ വബുതൂനുഹും മംലൂഅത്തുൻ ബിന്നാർ. കറുത്ത കരിവാളിച്ച മുഖവുമായി ചുവന്ന കണ്ണുമായി വലിയ വയറുമായി പടച്ച തമ്പുരാന്റെ മുമ്പിൽ കടന്നു വരികയാണ്. അവരാരെന്നറിയോ? ഹൗലാഇല്ലദീന യഅകുലൂന അംവാലൽ യതാമാ. അഗതി അനാഥ മന്ദിരങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട്, പാവപ്പെട്ട ഖേതീം കുട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട്, പിരിവ് നടത്തിക്കൊണ്ട് പണത്തിനെ കിശയിലേക്ക് ഇട്ടവനാ, പള്ളിയുടെ പണങ്ങളെ കിശയിലേക്ക് ഇട്ടവനാ, മക്കാമിന്റെ പണങ്ങളെ കിശയിലേക്ക് ഇട്ടവനാ, പാവപ്പെട്ടവരുടെ പണങ്ങളെ കൊടുക്കാതെ കൊണ്ട് അങ്ങാടിയിലെ കടമാക്കിക്കൊണ്ട് അതിനെ തിരിച്ചു കൊടുക്കാത്തവനാണ്. അവന് കടന്നു വരുന്നത് കറുത്ത കരിവാളിച്ച മുഖവുമായിട്ടെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. 10ാമത്തെ വിഭാഗമാരെന്നറിയോ? യുഹ്ശറൂന മിൻ ഖുബൂരിഹിം വഖദ് മുലിഉ ജുസാമൻ ബബറുസാ. കുഷ്ഠരോഗികളായിട്ട്, വെള്ളപ്പാട് രോഗികളായിട്ട് പടച്ചോന്റെ കോടതിയിൽ പടരുകയാണ്. അവരാരെന്നറിയോ? ഹൗലാഇല്ലദീന അഖുൽ വാലിദൈൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ മനസ്സിരുത്തി കേൾക്കണേ. ഉമ്മയെ വേദനിപ്പിച്ചവളാ, ഉപ്പയ്ക്ക് വേദനിപ്പിച്ചവളാ, ഉമ്മയെ വേദനിപ്പിച്ചവനാണ് ചെറുപ്പക്കാരാ. വെളുത്തു തൊടുത്ത പ്രിയപ്പെട്ട ഭാര്യയെ കാണുമ്പോൾ ഉമ്മയെ ശകാരിച്ചവനെ, ഉമ്മയെ വേദനിപ്പിച്ചവനെ, ഉമ്മയെ ദുഃഖിപ്പിച്ചവനെ, ഉമ്മയോട് താണവാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉമ്മയെ വേദനിപ്പിച്ചവനെ, നീ വരുന്നത് എങ്ങനെയെന്നറിയോ? നീ കുഷ്ഠരോഗിയായിട്ടുള്ളത് പോലെ തന്നെ വെള്ളപ്പാട് രോഗിയായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 11ാമത്തെ വിഭാഗം യുഹ്ശറൂന മിൻ ഖുബൂരിഹിം ഉമിയാനൽ ഖൽബി വൽ ഐൻ. കണ്ണ് കാണാത്തവനായിട്ടാ. അവരാരെന്നറിയോ? വഅസ്നാനും കഖർനി സൗർ. കാളയുടെ കൊമ്പ് പോലെയാണ് അവന്റെ പല്ലുള്ളത്, കാളയുടെ കൊമ്പ് പോലെയാണ് അവന്റെ പല്ല്. സുബ്ഹാനല്ലാഹ്, കണ്ണവനിക്ക് കാണുന്നില്ല, വിരൂപമായ കോലത്തിലൂടെ കടന്നു വരുന്നു. അതാരെന്നറിയോ? എന്റെ ഭാവിക്കരയിലെ ചെറുപ്പക്കാരാ, മനസ്സിരുത്തി കേൾക്കണവടാ. ഹൗലാഇല്ലദീന യശ്റബൂനൽ ഖുമൂറ. കള്ള് കുടിച്ചവനാണ്, കഞ്ചാവലിച്ചവനാണ്, 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 കള്ള് കുടിച്ചവനാണ്. സുബ്ഹാനല്ലാഹ്. പാതിരായാമങ്ങളിലും പോയും പുഴയുടെ സൈഡിലിരുന്നു കൊണ്ട്, പുഴയുടെ അരികിലിരുന്നു കൊണ്ട് കഞ്ചാവലിച്ച ചെറുപ്പക്കാരാ, കള്ള് കുടിച്ച ചെറുപ്പക്കാരാ, തോന്നിവാസങ്ങളെ ചെയ്തവരെ, അള്ളാന്റെ പരിശുദ്ധമാക്കപ്പെട്ട പരമോന്ന കോടതിയിൽ നീ കടന്നു വരുന്നത്. നിനക്ക് രണ്ട് കണ്ണുകളില്ലടാ, നിന്റെ പല്ല് കാളയുടെ പല്ല് പോലെയെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. 12ാമത്തെ വിഭാഗമാരെന്നറിയോ? അവസാനമായി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്താൻ പോവുകയാണ്. അള്ളാന്റെ റസൂല് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്, 12ാമത്തെ വിഭാഗമുണ്ട്. ഖബറിന്റെ ഉൾഭാഗത്ത് അവർ കടന്നു വരുന്നത്. സുബ്ഹാനല്ലാഹ്. വഉജൂഹും കൽ ഖമരി ലൈലത്തുൽ ബദ്രി. 14ാം രാവിന്റെ ചന്ദ്രനെ പോലെ, 14ാം രാവിന്റെ ചന്ദ്രനെ പോലെ സുബ്ഹാനല്ലാഹ്. തിളങ്ങിയ മുഖവുമായി പുഞ്ചിരിയോടുകൂടെ മന്ദസ്മിതനായിക്കൊണ്ട് ഈ ബാബിക്കര പള്ളിയുടെ മണ്ണറയുടെ ഉൾഭാഗത്ത് എഴുന്നേറ്റ് വരികയാണ്. അവരാരെന്നറിയോ? ലോകത്തിന്റെ നായകനെ പറയുകയാണ്.
പറയുകയാണ് ഹൗലാഇൽ ലദീന യഅമലൂന സ്സാലിഹാത്തി വൽ ഹസനാത്ത്. നല്ല കാര്യങ്ങൾ ചെയ്തവനാ, നിസ്കരിച്ചവനാ, ഈ ഭാവിക്കര മഹാന്മാരായ ഔലിയാക്കളുടെ ഉറൂസ് നടത്താൻ വേണ്ടി രാത്രിയും പകലുകളും കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികള്, നിങ്ങൾക്കിരുന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇതൊരു സ്വാലിഹായ സൽക്കർമ്മങ്ങളാ. ഈ ഉറൂസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയാലും കൺവീനർ ആയാലും ട്രഷറർ ആയാലും പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ട്രഷറർ ആയാലും ഇതിനു വേണ്ടി നിങ്ങൾ എത്ര കാലം ഓടി നടന്നിട്ടുണ്ടോ? ഇതിനു വേണ്ടി നിങ്ങൾ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടോ? ഇതിന് പിന്തുണ നൽകിയ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ വന്നിരുന്നു കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാനങ്ങൾ കേട്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രതിജ്ഞയെടുത്ത പെങ്ങളെ, നീ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാന്റെ പരമോന്നത കോടതിയിൽ വരുന്നത് എങ്ങനെയെന്നറിയോ? അള്ളാന്റെ റസൂല് പറയുന്ന 14-ാം രാത്രിന്റെ ചന്ദ്രനെ പോലെ മന്ദസ്മിതമായ പുഞ്ചിരിയോടുകൂടെ കടന്നു വരുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പെങ്ങളെ, ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണേ. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസമാണല്ലോ, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസമാണല്ലോ. ജീവിതത്തിൽ എന്ത് പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അള്ളാന്റെ റസൂല് പറഞ്ഞത് റജബുൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, പരിശുദ്ധ റജബ് മാസം അത് ഇസ്തിഗ്ഫാറിന്റെ മാസങ്ങളാ. ശഅബാൻ ശഹ്റുൽ സ്വലാത്ത്, അള്ളാന്റെ പരിശുദ്ധ റസൂലിന്റെ മേൽ സ്വലാത്ത് പറയേണ്ട മാസങ്ങളാ. നിന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ പരിശുദ്ധ റസൂൽ പരിശുദ്ധ മിഹ്റാജിന്റെ രാത്രിയിൽ അള്ളാനെ കാണാൻ വേണ്ടി പോകുമ്പോൾ, മസ്ജിദുൽ അഖ്സയിലൂടെ കടന്നു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, സുഗന്ധമടിക്കുന്ന കസ്തൂരിയുടെ വാസനയുള്ള ഒരു ഖബർ കാണാൻ സാധിച്ചോ? എന്റെ പെങ്ങളെ, ഈ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ജിബ്രീലോട് ചോദിച്ചു, യാ ജിബ്രീൽ, ഇതാരുടെ ഖബറാണ് ജിബ്രീലേ? കസ്തൂരിയേക്കാൾ വാസനയുണ്ടല്ലോ, ഈ ഖബർ ആരുടെ ഖബറാണ് ജിബ്രീൽ എന്ന് ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഖബർ ആരുടെതെന്നറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ ധിക്കാരിയായ മനുഷ്യനായിരുന്ന ഫിർഔനിന്റെ മകളാണ് മാഷിതാ ബീവിയുടെ ഖബറാണ്. മാഷിതാ ബീവിയുടെ ഖബറാണ്. ആർക്കും അറിയില്ല, മുസ്ലിമായത് ആർക്കും അറിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്തളത്ത് ആർഭാടത്തോടെ അന്തസ്സോടെ ജീവിച്ചിരുന്ന പെണ്ണാ ഫിർഔനിന്റെ മകളല്ലേ. എത്ര വലിയ കോടീശ്വരിയായ പെണ്ണായിരിക്കും, പക്ഷേ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത് ഒരാൾക്കും പോലും അറിഞ്ഞില്ല. ഉമ്മക്കറിഞ്ഞില്ല, ഉപ്പക്കറിഞ്ഞില്ല, പ്രിയപ്പെട്ട പരിചകന്മാർക്കും പോലും അറിഞ്ഞില്ല. ഒരു ദിവസം തല ചീകുന്ന സമയത്തില്, തലവാരുന്ന സമയത്തില്, തലയുടെ മുടിവാരുന്ന സമയത്തില് തന്റെ കയ്യിലുണ്ടായിരുന്ന ചീർപ്പങ്ങോട്ട് വീണുപോയി. ചീർപ്പങ്ങോട്ട് താഴോട്ട് വീണപ്പോൾ സുബ്ഹാനല്ലാഹ്, മാഷിതാ ബീവി പറയുന്നു, ചീർപ്പെടുക്കുന്നത് ബിസ്മി പറഞ്ഞുകൊണ്ടാ. എന്റെ പൊന്നു പെങ്ങളെ, നമ്മളൊക്കെ ദിവസത്തിൽ ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു ബിസ്മി പറയാ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ബിസ്മി ബോധാക്കിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കുന്ന വേളയിൽ നീ ബിസ്മി പറയണേ. നല്ല സദസ്സുകൾ കയറുന്ന സമയത്തിൽ ബിസ്മി പറയണേ. പരിശുദ്ധമാക്കപ്പെട്ട മക്കാമിന്റെ കത്തളത്ത് കടക്കുന്ന സമയത്തിൽ ബിസ്മി പറയണേ. ഏതൊരു നല്ല കാര്യങ്ങൾക്കും ബിസ്മി പറയണമെന്ന് ലോകത്തിന്റെ നായകനെ പഠിപ്പിച്ചതാണെങ്കിൽ, തന്റെ തലവാറുന്ന സമയത്തില്, തല ചീകുന്ന സമയത്തിൽ ചീർപ്പങ്ങോട്ട് വീണപ്പോൾ മാഷിതാ ബീവി പറയുന്നു ബിസ്മില്ലാ. അടുത്തുള്ള പരിചാരക കേട്ടുപോയി ഓടുകയാണ്. ഫിർഔനിന്റെ അരികിൽ ഓടി ചെന്ന് പറയുന്നു, മുതലാളിയെ, എന്റെ രാജാവേ, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മാഷിതയുണ്ടല്ലോ, അവള് മുസ്ലിമാ, അവൾ അല്ലാഹനെ വിശ്വസിക്കുന്നവളാ, നിങ്ങളെ ദൈവമെന്നവള് കരുതുന്നില്ല. ഫിർഔന് വന്ന് ചോദിക്കുന്നു, മാഷിതാ, നീ മുസ്ലിമാണോ? മാഷിതാ, നീ മുസ്ലിമാണോ? ആ സമയത്തിൽ മാഷിതാ ബീവി പറയുന്നു, അതെ, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാഷിതാ ബീവി പറയുകയാണ്. മാഷിതാ ബീവിക്ക് 3 പെൺമക്കളായിരുന്നു. 3 പെൺമക്കളായിരുന്നു. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകാൻ വേണ്ടി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, മാഷിതാ ബീവിയുടെ ഫിർഔന് പറയുന്നു, മാഷിതാ പിന്മാറുമോ? മാഷിതാ, ഞാൻ റബ്ബാണെന്ന് പറ മാഷിതാ.
മാഷിദാബി പറയുന്നു, ഇല്ല ഇല്ല, നിങ്ങൾ എന്റെ ഉപ്പ എന്ന് ഞാൻ അംഗീകരിക്കുന്നു, ഇതിന്റെ ഉമ്മ എന്ന് ഞാൻ അംഗീകരിക്കുന്നു, ഇതിന്റെ കൂട്ടുകുടുംബാദികളെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഒരിക്കലും പോലും അള്ളാന്റെ മതത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് തന്റെ പ്രജകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഒരു വലിയ പാത്രത്തിൽ തിളച്ച എണ്ണ കൊണ്ടുവരിക, വലിയ ഒരു പാത്രത്തിൽ എണ്ണ കൊണ്ടുവരിക, അതിനെ തിളപ്പിക്കുക, നിങ്ങളെ തിളപ്പിക്കുക. അങ്ങനെ യഥാ വലിയൊരു പാത്രം കൊണ്ടുവന്ന് അതിലേക്ക് എണ്ണയും ഒഴിച്ചുകൊണ്ട് തിളപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് ചുട്ടുപൊള്ളുന്നതായ എണ്ണയാണ്. സുബ്ഹാനല്ലാഹ് നമ്മളുടെ വീട്ടിന്റെ കത്തളത്തിൽ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്ന സമയത്തില് ചെറിയ ഒരു എണ്ണയുടെ ഒരു തുള്ളി നിന്റെ കയ്യിലേക്ക് ഉറ്റിപ്പോയാൽ എന്റെ പൊന്നു പെങ്ങള് എത്ര കരയും, നീ എത്ര വേദനിക്കുക. എന്നാലോ സുബ്ഹാനല്ലാഹ് ചുട്ടുപൊള്ളുന്നതായ എണ്ണയുടെ കീട്ടത്തിലേക്ക് ഇടാൻ വേണ്ടി പ്രിയപ്പെട്ട മാഷിദാബിയുടെ ഒന്നാമത്തെ മകളെ കൊണ്ടുവരികയാണ്. മാഷിദയോട് പറയുന്നു, മാഷിദ ഈ പൊന്നോളെ കാണുമ്പോ നിന്റെ വലിയ മകളല്ലേ, വേണോ മാഷിദ, പിന്മാറാൻ കഴിയില്ല മാഷിദ. മാഷിദാബി കണ്ണടച്ചുകൊണ്ട് പറയുന്നു, ഇല്ല, എന്റെ മകളെ എവിടെയെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാലും ഇല്ല, അള്ളാന്റെ മതത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. മാഷിദാബി തന്റെ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നെറ്റിത്തടത്തേക്ക് ചുംബനം കൊടുത്തുകൊണ്ട് പറയുന്നു, പൊന്നുമോളെ, പൊന്നുമോളെ, നിന്റെ ഉമ്മ മുസ്ലിമാണ് പൊന്നുമോളെ, നീയും മുസ്ലിമാണ് പൊന്നുമോളെ. എന്റെ ഉപ്പ ദൈവമൊന്നുമല്ല, അല്ലാഹു ഏകനാണ്, നമുക്കവനാണ് പൊന്നുമോളെ. അല്ലാഹനെ കണ്ടുമുട്ടേണ്ടതുണ്ട് പൊന്നുമോളെ, ഒരിക്കലും പോലും മാറല്ലേ, അത് ഉമ്മയുടെ മകളല്ലേ. ആ അവനോട് തന്റെ ഉപ്പാപ്പയോട് പറയുന്നു, ഇല്ല ഉപ്പാപ്പ, ഒരിക്കലും പോലും എന്റെ ഉമ്മയുടെ മതത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അങ്ങനെ പ്രിയപ്പെട്ട മാഷിദാബിയുടെ പൊന്നുമോളെ കൊണ്ടുവന്ന് ചുട്ടുപൊള്ളുന്നതായ സുബ്ഹാനല്ലാഹ് എണ്ണയിലേക്ക് ഇട്ടപ്പോൾ ശരീരത്തിന്റെ മാംസങ്ങളെല്ലാം തെറിച്ചു പോവുകയാണ്, വെറും എല്ല് കഷ്ണങ്ങളായി മാത്രം കാണുകയാണ്. മാഷിദാബിയുടെ രണ്ടാമതായി ഫിർഔന് ചോദിക്കുന്നു, നിന്റെ ഒന്നാമത്തെ മകൾ നഷ്ടപ്പെട്ടല്ലോ, രണ്ടാമത്തെ മകളോട് പറയുന്നു, ഈ മകൾ നിനക്ക് വേണോ, അല്ലെങ്കിൽ നീ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതത്തിൽ നിന്ന് പിന്മാറുന്നു. മാഷിദാബി പറയുന്നു, ഇല്ല, എന്റെ മക്കൾ നഷ്ടപ്പെട്ടാലും ഈ രണ്ടാമത്തെ മകൾ നഷ്ടപ്പെട്ടാലും ഇല്ല, എനിക്ക് എന്റെ റബ്ബാണ് വലുത്, അല്ലാഹു ആണ് ഏകനെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാഷിദാബി പറയുമ്പോൾ ഫിർഔന്റെ പ്രജകളത ആ പിണ്ണനെയും എടുത്തുകൊണ്ട് തളച്ചു മറിയുന്നതായ എണ്ണയുടെ അകത്തളത്തിലേക്ക് ഇട്ടപ്പോൾ എന്റെ ഭാവിക്കരയിലെ ഉമ്മ ഇതൊരു മുസ്ലിമായ കാരണം കൊണ്ട് വേദനിച്ചതാണെങ്കിൽ പഠിച്ചോ പെങ്ങളെ, ഇസ്ലാമിന്റെ നാമധാരികളായി ജീവിച്ചാൽ പോരാ പെങ്ങള്, ഖബറിന്റെ ചിന്ത വേണം പൊന്നു പെങ്ങള്. നഫീസത്തുൽ മിസ്രിയെ കണ്ട് പഠിക്കണം പൊന്നുമോളെ. ആരാണ് നഫീസത്തുൽ മിസ്രിയ, ആരാണ് നഫീസത്തുൽ മിസ്രിയ? സുബ്ഹാനല്ലാഹ് ഖബറിന്റെ കത്തളത്തിരുന്നു കൊണ്ട് 6000 പ്രാവശ്യം ഖുർആനെ പാരായണം ചെയ്ത പെണ്ണ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്നുള്ള ഖുർആനിന്റെ ഓരോ വരികൾ കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട നഫീസത്തുൽ മുസ്രിയ ബോധരഹിതരായി വീഴുകയാണ്. സുബ്ഹാനല്ലാഹ് അന്ന് രാത്രി എഴുന്നേറ്റു പെട്ടെന്ന് അന്ന് രാത്രി തന്നെ തന്റെ ചിമിണി വിളക്ക് കൊണ്ട് സുബ്ഹാനല്ലാഹ് വീട്ടിന്റെ കത്തളച്ചുള്ള കൈകൊട്ടുമെടുത്തു, വീട്ടിന്റെ കത്തളത്തെ കുഴിക്കാൻ തുടങ്ങുകയാണ്. സ്വന്തം വീട്ടിന്റെ കത്തളത്തെ കുഴിക്കുന്നു, കുഴിയെടുത്ത് ഒരു ഖബർ മാതിരിയാക്കുകയാണ്, ഖബറിന്റെ രീതിയിൽ മാറ്റുന്നു. സുബ്ഹാനല്ലാഹ് ആ ഖബറിന്റെ കത്തളത്ത് മഹരിയായ നഫീസത്തുൽ മിസ്രിയ എല്ലാ രാത്രിയും ഖബറിന്റെ അകത്തിരുന്നു കൊണ്ട് മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ തുടങ്ങുന്നു. 30 കൊല്ലക്കാലമാണ് ആ ഖബറിന്റെ ഉൾഭാഗത്തിലൂടെ ആരാധന കർമ്മം നിർവഹിച്ചത്. പരിശുദ്ധ ഖുർആനിന്റെ 6000 ഖത്മുകൾ തീർത്തുകൊണ്ട് അതേ ഖബറിന്റെ കത്തളത്ത് തന്നെ എല്ലാ വസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട്, കഫൻ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പരിപൂർണ ഉളുവോടുകൂടെ കിടന്നു കൊടുക്കുകയാണ് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാൻ വേണ്ടി. അങ്ങനെ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം
ആകാം. അതേ സമയം റൂ പിടിച്ചതാണെങ്കിൽ ഈ മാഷിതാവിയുടെ രണ്ടാമത്തെ മകളെ എണ്ണയുടെ കത്തളത്തിട്ട് തിളപ്പിക്കുമ്പോൾ ആ പൊന്നുമോള് പൊട്ടിക്കരയുമ്പോൾ ഉമ്മ പറയുന്നു, പൊന്നുമോളെ കരയല്ലേ, അള്ളാന്റെ മുമ്പിൽ കാണാം പൊന്നുമോളെ. പിന്നെ മാഷിതാവിയുടെ കയ്യിൽ പിഞ്ചു പൈതല, സംസാരിക്കാൻ കഴിയാത്ത പിഞ്ചു പൈതല ഫിർഔനതാ തന്റെ കയ്യിൽ നിന്ന് മാഷിതാവിയുടെ കയ്യിൽ നിന്ന് വാരിപ്പുണരുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് ഒരേ ഒരു കുഞ്ഞാണിന് ബാക്കിയുള്ളത്, ഈ പിഞ്ചു പൈതൽ നിനക്ക് വേണോ, നിനക്ക് അല്ലാഹ് വേണോ എന്ന് തെരഞ്ഞെടുത്തോ. ഒന്നും സംസാരിക്കാൻ അറിയാത്ത ആ കുട്ടിയോട് മാഷിതാബി വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, പൊന്നുമോളെ നിനക്ക് അല്ലാഹ് വേണോ, നിനക്ക് അല്ലാഹ് വേണോ, അല്ലെങ്കിൽ നിന്റെ ഉപ്പാപ്പയുടെ മതം വേണോ, ഫിർഔനിന്റെ മതം വേണോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ പൊന്നു പെങ്ങളെ സംസാരിക്കാൻ തുടങ്ങാത്ത ആ പിഞ്ചു കുഞ്ഞ് പറയുകയാണ്, ഉമ്മാ അള്ളാന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ നമ്മൾ കണ്ടുമുട്ടാം ഉമ്മ. അല്ലാഹുവേ അല്ലാഹുവേ 6 മാസം മാത്രം പ്രായമുള്ള പൊന്നു കുഞ്ഞ് പറഞ്ഞ വാക്ക്, ഉമ്മാ അള്ളാന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ കണ്ടുമുട്ടാം ഉമ്മ. ഒന്നും പോലും നിങ്ങൾ വിട്ടുകൊടുക്കല്ലേ, അള്ളാന്റെ പരിശുദ്ധ പരമോന്നത കോടതിയിൽ നമ്മൾക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയും ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അവസാനമായി മാഷിതയോട് ചോദിക്കുന്ന, മാഷിത അള്ളാന്റെ മതത്തിൽ നിന്ന് വിട്ടു മാറുമോ എന്ന് ചോദിക്കുമ്പോൾ മാഷിതാബി പറയുന്നു, എനിക്ക് എന്റെ മക്കൾ നഷ്ടപ്പെട്ടു, എനിക്ക് എന്റെ പിഞ്ചു കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഇനി ഞാൻ മരിച്ചാലെന്താ, ഞാൻ ജീവിച്ചാലെന്താ, എനിക്ക് എന്റെ റബ്ബാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് മാഷിതാബി പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് ഫിർഔനതാ മാഷിതാബി എടുത്തുകൊണ്ട് സ്വന്തം പൊന്നു മോളെ എടുത്തുകൊണ്ട് ആ തിളച്ചു മറിയുന്നതായ തിളച്ചു മറിയുന്നതായ എണ്ണയുടെ കത്തളത്തിട്ടപ്പോൾ ശരീരത്തിന്റെ മാംസഭാഗങ്ങളതാ എല്ലാം വിതറിപ്പോവുകയാണ്. മാഷിതാബി ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതാണെങ്കിൽ ഈമാനിന്റെ മാധുര്യം പകർന്നത് കൊണ്ടാ, അതിന്റെ കാരണം കൊണ്ടാ ലോകത്തിന്റെ നായകന് ഖബറിന്റെ പരിസരത്ത് നടക്കുന്ന സമയത്തില് മാഷിതാബിയുടെ ഖബറിന്റെ ഉൾഭാഗത്ത് സുഗന്ധം അനുഭവിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ പെങ്ങളെ, ഇനിയുള്ള ദിവസങ്ങള്, ഇനിയുള്ള മിനിറ്റുകള്, ഇനിയുള്ള മണിക്കൂറുകള് അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ് തമ്പുരാനെ. വ്യഭിചരിച്ചിട്ടുണ്ടെങ്കില്, ചെയ്തിട്ടുണ്ടെങ്കില്, കട്ടിട്ടുണ്ടെങ്കില് എല്ലാ പൊന്നുമോളെ പൊന്നുമോളെ അള്ളാനോട് പൊരുത്തം ചോദിച്ചോ. എത്ര വലിയ തെറ്റുകളെ ചെയ്തവരാണെങ്കിലും കുറ്റപ്പെടുത്താൻ നിന്നെ ആളുകൾ ഉണ്ടാകും, കുറ്റപ്പെടുത്താൻ നിന്നെ ആളുകൾ ഉണ്ടാകും, ശകാരിക്കാൻ നിന്നെ ആളുകൾ ഉണ്ടാകും. നീ ഫാഷനാക്കി നടന്നപ്പോൾ നിന്റെ കൂടെ നിനക്ക് എത്രയോ കൂട്ടുകാരികൾ ഉണ്ടാകും. നിന്റെ മുഖത്തിലേക്ക് സ്കാർഫ് ഇടാൻ തുടങ്ങിയപ്പോൾ നിന്നെ പരിഹസിക്കാൻ നിന്റെ കൂട്ടുകാരുണ്ടാകും. ഒന്നും വിലവെക്കല്ലേ, ഒന്നും വെക്കല്ലേ റബ്ബേ, നിനക്ക് വേണ്ടിയാണ് തമ്പുരാനെ. നിന്റെ ഭാവിക്കര ഔലിയാക്കളുടെ ഉറൂസിനോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണത്തിലെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് തമ്പുരാനെ എന്ന പ്രതിജ്ഞയോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നമ്മൾക്ക് വിട്ടുവരിക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ പരിശുദ്ധ സംഗമത്തെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ദുആ കഴിയാതെ ആരും തന്നെ പോകാൻ പാടില്ല. നമ്മളുടെ ഈ സദസ്സിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ദുആ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ പ്രസംഗം പാടെ പോയാൽ വലിയൊരു നഷ്ടമാണ്. കാരണം പരിശുദ്ധമാക്കപ്പെട്ട വിജ്ഞാനത്തിന്റെ സദസ്സ്, അത് സ്വർഗത്തിന്റെ സദസ്സാണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച. അതുകൊണ്ട് ഈ പരിശുദ്ധ സ്വർഗീയ ആരാമത്തിലിരുന്നുകൊണ്ട് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് 2 മിനിറ്റ് നേരം ദുആ ചെയ്തുകൊണ്ട് നമ്മൾ വിട്ടുപിരിയാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.